ഗ്രന്ഥ അഷ്ടസാഹസ്രോ 12 സ്കന്ധ സംഹിത, 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളുമുള്ള പരീക്ഷ സുഖസംവാദ ശൃണു ഭാഗവതം ചുതൽ കിം ശ്രുതൈ ബഹുഭി ശാസ്ത്രൈ പുരാണൈശ്ച ഭ്രമാവഹി ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. എന്തിന് കിം ശ്രുതി? അനവധി ഗ്രന്ഥങ്ങൾ എന്തിനു കേൾക്കണം? ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് പറയാണ്. അനവധിയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളതൊന്നും കേൾക്കരുത് എന്നല്ല, മറ്റുള്ളത് കേട്ട് കൺഫ്യൂഷൻ ആക്കരുത്. ആളുകൾക്ക് ഭാഗവതം തന്നെ പഠിക്കാതെയാണ് ദേവി ഭാഗവതം എടുത്ത് പഠിക്കാൻ പോണത്. ദേവി ഭാഗവതം പോലും പഠിക്കാതെയാണ് ശിവപുരാണം എടുത്ത് പഠിക്കാൻ പോണത്. ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. കാരണം ഭാഗവതം എന്ന് പറയുന്നത് ശരിക്കും ബോധ്യയെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ദേവി ഭാഗവതവും ശിവപുരാണമൊക്കെ നിൽക്കുന്നത്. ഇത് മനസ്സിലാവാത്ത വ്യക്തി എന്ത് കേട്ടിട്ടും കാര്യമില്ല. ഇത് മനസ്സിലായാലോ എല്ലാം മനസ്സിലായി. അതായത് 12 മക്കളെ പെറ്റൊരമ്മേ നിങ്ങളിൽ ഞാനാണു ഭ്രാന്തൻ. നാരായണത്തെ ഭ്രാന്തൻ്റെ സഹോദരനാണ് പാക്കനാർ. വരരുചിയുടെ 12 മക്കളുള്ളവരാണ്. അവരുടെ മറ്റൊരു പുത്രനായിരുന്നു, അല്ലെങ്കിൽ ഈ പാക്കനാരുടെ സഹോദരനായിരുന്നു അഗ്നിഹോത്രി. ഒരിക്കൽ അഗ്നിഹോത്രിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് അഗ്നിഹോത്രി പല പൂജകളിലായിരുന്നു അത്രേ. അപ്പോൾ ഈ പാക്കനാർ മുറ്റത്ത് കുഴി കുഴിച്ചു എന്നാണ് കഥ, അറിയാലോ. അപ്പോൾ ഇദ്ദേഹം അനവധി പൂജകൾ, വിഷ്ണുവിൻ്റെ പൂജ, അയ്യപ്പൻ്റെ പൂജ, ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ മുറ്റത്ത് നോക്കുമ്പോൾ അനവധി കുഴി, കുട്ടികളെപ്പോലെ കുഴിച്ചിരിക്കുന്നത് ചങ്ങാതി. അപ്പം എന്തിനാ പാക്കനാരെ ഇങ്ങനെ കുഴിച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, ഒരു കുഴി മര്യാദയ്ക്ക് കുത്തിരുന്നുവെങ്കിൽ വെള്ളം കിട്ടുമായിരുന്നു. ഇതിപ്പോൾ അനവധി കുഴി കുഴിച്ച് വെള്ളമോട്ട് കിട്ടിയതുമില്ല, സമയം കളയും ചെയ്തു, ഉള്ള ശക്തിയും ചോർന്നു. അപ്പോഴാണ് അഗ്നിഹോത്രിക്ക് മനസ്സിലായത് എന്താണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ ഒന്ന് ശരിക്കും കുഴിച്ച് അതിലെ വെള്ളം കണ്ടെത്തി അത് അനുഭവിച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ കുഴിയിലെയും വെള്ളം. നിങ്ങൾ അടുക്കളയിലെ പ്ലഗിൽ കൈവച്ചൊരു ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ ബെഡ്റൂമിലെ ഷോക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്? ഉണ്ടാവുമോ? നമുക്ക് അടുക്കളയിൽ ഒരു ചൂടുള്ളതാണെങ്കിൽ ബെഡ്റൂമിൽ വേറൊന്ന് അങ്ങനെ ഉണ്ടാവുമോ? എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ എറണാകുളത്തെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിലെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഗുരുവായൂരപ്പൻ്റെ ഷോക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്? ഒരിക്കലും തോന്നില്ല. അതുപോലെ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു ജപ്പാനിലെത്തുമ്പോൾ ഷോക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്? തോന്നില്ല. അതുകൊണ്ട് പറയണു, കിം ഹൃദൈ ബഹുഭി ശാസ്ത്രൈ പുരാണൈശ്ച ഭ്രമാവഹി ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗം ശുഖശാസ്ത്ര കഥായാശ്ച ഫലേന സമതം നയേത്. ഗംഗയാവട്ടെ കാശിയാവട്ടെ ഏത് തീർത്ഥസ്ഥലമാവട്ടെ ശുഖശാസ്ത്രയ്ക്ക് തുല്യം, അതായത് ഭാഗവതത്തിന് തുല്യം ഒന്നുമില്ല. അത്ര ഗംഭീരമാണ് ഏത് ഭാഗവതം. അതിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുകയാണ്. യശ്ച ഭാഗവതം ശാസ്ത്രം വാചേത് അർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയ. ആരാണോ ഭാഗവതം ഇതിൻ്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കുന്നത് അവന് ജന്മകോടികൃതം പാപം നശ്യതേ, സംശയിക്കേണ്ടതില്ല. എന്നിട്ട് പറയുന്നു, ആരാണോ ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും ആ ജന്മമാത്രമപി യേന ഷടേന കിഞ്ചിൽ ചിത്തം വിദായ ശുഖശാസ്ത്ര കഥാനപീത ചണ്ടാളവത്സകരവദ്ബദേന നീതം മിഥ്യാസുജന്മജനനീ ജനനീ ദുഃഖബാജ. ഇങ്ങനെയൊരു നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആരാണോ ശുഖശാസ്ത്ര കഥാനപീത, ഈ ശ്രീശുഖബ്രഹ്മർഷിയാൽ പറയപ്പെട്ടിരിക്കുന്ന ഭാഗവതം ഒരിക്കലെങ്കിലും അത് കേൾക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്യാത്തവർ ചണ്ടാളവത്സകരവദ്ബദേന, ഒരു ചണ്ടാളനെപ്പോലെ ഒരു കഴുതയെപ്പോലെ ജീവിതം അവൻ ഇല്ലാതെയാക്കി തീർക്കുകയാണ്. അവൻ്റെ ജീവിതം ജനനീ ദുഃഖബാജ. ഇനിയൊരു അമ്മയ്ക്ക് ഗർഭക്ലേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ് അവൻ. ഇനിയും ഒരു അമ്മയുടെ ഗർഭത്തിന് വേദന കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ തൻ്റെ ജന്മം സഫലമാക്കാത്തവനാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഭാഗവതം പറയുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളിങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത് ഇനി ഒരാൾക്കും വേദന കൊടുക്കരുത്. ഇനി നമ്മുടെ മനസ്സിനെ നമ്മൾ ശരീരം മണ്ണിലേക്ക് പോകുന്നത് പോലെ മനസ്സതിൻ്റെ ഉറവിടമായിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ഇതും പൂർണ്ണമാവണം അതും പൂർണ്ണമാവണം. ഈ സാഫല്യം നമ്മൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു കല്ല് ആകാശത്തിലേക്ക് എറിഞ്ഞത് കല്ല് തിരിച്ചെത്തുന്നത് വരെ അതിന് വീണ്ടും വീണ്ടും ചലിക്കേണ്ടതുണ്ട്. അപ്പോൾ കല്ല് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു പുഴ
ഒഴുകി 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 കടലിലെത്തുന്നത് വരെ വീണ്ടും വീണ്ടും അതിന് ഒഴുകേണ്ടതുണ്ട്. ഇതുപോലെ മനസ്സ് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ അതിന് ചലിക്കേണ്ടതുണ്ട്. ഒരു രക്ഷയുമില്ല. ഇനിയൊരു ജന്മം വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് ഈശ്വരനല്ല. ഇനിയൊരു ജന്മം വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു മഹത്തായ ജീവിതം കിട്ടിയിട്ട് ജീവശവോ നിഗദിത സതുപാപകർമ്മ യേന ശ്രുതം സുഖകഥാ ഭജനം ന കിഞ്ചിൽ ദിക്തം നരം വശു സമംബു വിപാരൂപം ഏവം വദന്തി ദിവി ദേവസമാജമുഖ്യ. ദേവന്മാരുടെ സാന്നിധ്യത്തിൽ പറയാണ്, നോക്കൂ, ആരാണോ ഈ ഭാഗവതത്തെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കേൾക്കാത്തത്, ജീവച്ഛവോ, അവൻ ജീവിച്ചിരിക്കുമ്പോഴേ ശവമാണ്. പാപകർമ്മ, പാപവൃത്തിയിൽ മനസ്സ് വെച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സുഖകഥാ വചനം നകിഞ്ചിൽ ശ്രുതം, ഈ സുഖബ്രഹ്മർഷി പറഞ്ഞിരിക്കുന്ന ഭാഗവതം കേൾക്കാൻ അവന് തോന്നാത്തത്. ദിക്തം നരം പരിശ്രമം ഭുവിഭാരരൂപം, ഈ ഭൂമിക്ക് ഭാരമാവാൻ വേണ്ടി മനുഷ്യരൂപം ഉണ്ടെങ്കിലും അവൻ മൃഗരൂപത്തിൽ ചരിക്കുന്നവനാണ്. ഇപ്രകാരം പറഞ്ഞ്, അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യം ചെയ്തവനാണ്. കോടി ജന്മ സമുത്തേന പുണ്യേനൈവതു ലഭ്യതേ, നിങ്ങളെല്ലാം സുഹൃതികളാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗവതം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാത ശ്രവണേ നിത്യം, ശ്രദ്ധയോടെ ഈ ഭാഗവതം കേൾക്കൂ. യത്ഫലം നാസ്തി തപസാം ന യോഗേന സമാധിന അനായാസേന തൽസർവം സപ്താഹ ശ്രവണീലപിൽ. ഈ ഭാഗവതം നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാക്കിത്തരും എന്നെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താവോ ഈ ഭാഗവതത്തിന് ഇത്രയൊരു മഹത്വം? സാശ്ചര്യമേതൽ കഥിതം കഥാനകം ജ്ഞാനാദിധർമ്മം വിഗണയ്യ സംവൃതം നിശ്രേയസേ ഭാഗവതം പുരാണം ജാതം കുതോ യോഗവിദാദിസൂചകം. അങ്ങ് ഈ ഭാഗവതത്തിന് ഇത്ര ഉയർത്തി 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 പറയുന്നു. എന്താ മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും ഇത്ര ശക്തിയില്ലേ? എന്താ ഭാഗവതത്തിന് ഇത്ര മഹത്വം എന്ന് ഭാഗവതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സൂതൻ പറയാണ്, അതിനൊരു കാരണമുണ്ട്. എന്താണ് ഈ ഭാഗവതത്തിന് മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു കാരണം പറയുന്നു. ശ്രീസൂതൗവാചാം കൃഷ്ണോദരം ധിക്വാ സ്വപദം ഗന്ധുമുദ്യതാം ഏകാദശം പരിശ്രുത്യാപി ഉദ്ധവോ വാക്യമബ്രവിൽ. ഭഗവാൻ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. 125 വയസ്സ്. അപ്പോഴാണ് ആ ഭഗവാന്റെ ദേഹവിയോഗം സഹിക്കാൻ വയ്യാതെ ഭഗവാന്റെ അടുത്ത് ഉദ്ധവർ വന്ന് നിൽക്കുന്നത്. ആ ഉദ്ധവർക്ക് ഭഗവാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവരുടെ മനസ്സിനെ ഉയർത്താൻ. അപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ്, അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവാനെ വരുന്ന തലമുറകളിലെ ആളുകളുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയാണ്? അപ്പോൾ ഭഗവാൻ അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു. അതെന്താണ്? അവ്യക്തോ അക്ഷരൈത്യുക്ത തമാഹു പരമാം ഗതിം. അവ്യക്തോ അക്ഷരൈത്യുക്ത, അവ്യക്തമെന്നും അക്ഷരമെന്നും പറയുന്ന തമാഹു പരമാം ഗതിം, ഇത് തന്നെയാണ് പരമമായ ഗതി. ഏത്? അവ്യക്തവും അക്ഷരവുമായിരിക്കുന്ന അത് തന്നെയാണ് പരമമായ ഗതി. യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. യം ആരാണോ പ്രാപ്യ ഇതിനെ പ്രാപിക്കുന്നത്, ന നിവർത്തന്തേ, അവർക്ക് എന്തില്ല? നിവർത്തി ഇനി തിരിച്ചു വരേണ്ടി വരില്ല. തദ്ധാമ പരമം മമ, അത് തന്നെയാണ് എൻ്റെ പരമമായ ധാമം. അപ്പൊ ഭഗവാൻ തൻ്റെ ധാമം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഒരു ലോകത്തിലല്ല, ആണോ? അതുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് മരിച്ചു പോയിട്ട് ഒരു ലോകത്തിലേക്ക് പോകാനുള്ള കാര്യമല്ല പറയുന്നത്. ഈ നിമിഷം ഇവിടെയുള്ള കാര്യമാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം എന്നുള്ള ശബ്ദത്തിനർത്ഥം, അമ്മ പറയാണ്, അതേ കുട്ട അവിടെ കൈവയ്ക്കേണ്ട, ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നിമിഷം ഇവിടെ വെച്ചിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? വേറൊരു സമയം വേണ്ട, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അനുഭവിക്കാം. ഇതുപോലെ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത്, ഉണർത്തുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്, ഉറങ്ങുമ്പോൾ നിലനിർത്തുന്നത് അത് തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം വേണോ? ഇവിടെ ഈ നിമിഷം മനസ്സിലാക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് ഈ നിമിഷം ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം മാത്രമാണ് ശാസ്ത്രം. മറ്റുള്ള സംസ്കാരങ്ങളെ ശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ പറയാനുള്ളത് മരിച്ചുപോയതിന് ശേഷമുള്ള കാര്യമാണ്. ഏതായാലും ആ ശാസ്ത്രത്തെയാണ്
നമുക്ക് ഭാഗവതം വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇന്നലെ നമ്മളൊരു കഥ കണ്ടു, ഭക്തിദേവിയുടെ കഥ. പാവം ദേവി തളർന്നു. കാരണം ദേവിയുടെ 2 കുട്ടികൾ തളർന്നു. അവരുടെ പേരായിരുന്നു ജ്ഞാനവും വൈരാഗ്യവും. ഇതെന്താ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏതായാലും അവർ നാരദ മഹർഷി കാണുന്നു. നാരദ മഹർഷി അവരുടെ തളർച്ച മാറ്റാൻ വേണ്ടിയിട്ട് വേദങ്ങൾ ചൊല്ലി നോക്കി, ഗീത ചൊല്ലി നോക്കി, അവർ ഉണർന്നില്ല. പിന്നീട് നാരദ മഹർഷി ധ്യാനനിരതനായി. അപ്പം പറഞ്ഞു, ദുഃഖിക്കേണ്ട, ഒരു സത്കർമ്മം ചെയ്താൽ മതിയെന്ന്. അപ്പം എന്താ സത്കർമ്മം എന്നുള്ള അദ്ദേഹത്തിന് അറിയില്ല. മഹാത്മാക്കളോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാത്മാക്കളോട് അന്വേഷിച്ച് ഉത്തരം കിട്ടിയില്ല. ബദ്രീനാഥിലെത്തി സനൽകുമാരാദി മഹർഷിമാരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, എന്താ മഹർഷി, അങ്ങേക്ക് അറിയാത്ത വല്ലതും ഉണ്ടോ? എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, അങ്ങ് പണ്ട് വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തില്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, അത് തന്നെയാണ് ഭക്തിദേവിയെ ഉയർത്താനുള്ള മാർഗം എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ചോദിക്കുകയാണ്, നോക്കൂ, ഈ ഭാഗവതത്തിലെ ഓരോ വരിയും വേദാർത്ഥമല്ലേ? വേദത്തിൽ നിന്ന് വിട്ടതൊന്നും ഭാഗവതത്തിന് പറയാനില്ലല്ലോ. പിന്നെ ഭാഗവതത്തിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? അപ്പം പറയാണ്, ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കരിമ്പ്, അതിൽ മുഴുവൻ മധുരം ഉണ്ടെങ്കിലും അതിലെ മധുരം നമുക്ക് എടുക്കണമെങ്കിൽ ഒന്ന് ചവച്ചരിക്കണം. എന്നാൽ ആ കരിമ്പിൽ നിന്നെടുത്ത ശർക്കര കഴിക്കുമ്പോഴോ ഡയറക്റ്റ് അല്ലേ? ഇതുപോലെയാണ് ഭാഗവതം. അതായത് വേദത്തിലെ തത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഭാഗവതം ഡയറക്റ്റ് മധുരമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ അടയാണ് ഭാഗവതം. എന്താ അടയാണ് ഭാഗവതം എന്ന് പറഞ്ഞാൽ, വേദങ്ങളൊക്കെ വെറും അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനം എന്ന് വിചാരിക്കുക. അതിൽ ശർക്കരയും കുറച്ച് നാളികേരം കൂടി ചേർക്കുമ്പോഴാണ് നമ്മളതിനെ അട എന്ന് വിളിക്കുന്നത്, അല്ലേ? സാധാരണ അട എന്ന് പറയുന്നതാണ്. വെറും അരിപ്പൊടി കൊണ്ട് മാത്രമാണ് ഒരു ഇതുണ്ടാക്കിയതെങ്കിൽ, ദോശ പോലെ ഉണ്ടാക്കിയെങ്കിൽ, കോഴിക്കോട്ടുകാർ അതിനെ വേറെ പേരാ വിളിക്കുക. അവർക്ക് പത്തിരിയാണത്. അതിനൊരു ടേസ്റ്റ് ഉണ്ട്, ആ പത്തിരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. കോഴിക്കോട്ടുകാർക്ക് അത് സ്പെഷ്യൽ പത്തിരി. എന്നാൽ അതിൽ ശർക്കരയും ഒക്കെ ഇടുമ്പോഴോ ടേസ്റ്റ് കൂടില്ലേ? അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ വേദവുമാണ്, ശർക്കരയും നാളികേരും കൂടി ചേർത്ത കഥയുമാണ്. അപ്പം കഥയിൽ വേദതത്വം ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭാഗവതത്തിനൊരു പ്രത്യേകത ഉള്ളത്. ഏതുപോലെ, ഒന്നുകൂടി ഒരു ഉദാഹരണം പറയുകയാണ്, നല്ലൊരു ഉദാഹരണമാണ്. ഏതുപോലെയാണത്രേ, പാലിൽ വെണ്ണയുണ്ട്, പക്ഷേ പാല് കുടിച്ചാൽ വെണ്ണ കിട്ടുമോ? ഇല്ല. ഇത് വേണം, അതിനെ തൈരാക്കി കടഞ്ഞെടുക്കണം. ഇതുപോലെ ഭാഗവതം ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ, ഈ ഭാഗവതത്തിന് എന്താ ഇത്ര ഒരു മഹത്വം? എത്രയോ പുരാണങ്ങൾ, അതുപോലെ മഹാഭാരതം, രാമായണം, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ഭാഗവതത്തിന് നിങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പോൾ പറയാണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ 125-ാമത്തെ വയസ്സിൽ ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. യഥാ കൃഷ്ണോദരം ത്യക്ത്വാ സ്വപദം ഗന്ധുമുദ്യതാം ഏകാദശം പരിശ്രുത്യാപി ഉദ്ധവോ വാക്യമബ്രവിൽ. ഭഗവാന്റെ കൂടെ ഒരു 115ഓളം വർഷങ്ങൾ ജീവിച്ച വളരെ ബുദ്ധിമാനും കഴിവുള്ള ഉദ്ധവര്, ഭഗവാന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ഉദ്ധവര്, അത്ര ചിന്തകനായിരുന്ന ഉദ്ധവര്, ഭഗവാൻ ദേഹം വിടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, 120ഓളം വർഷം അങ്ങയുടെ കൂടെ ജീവിച്ചില്ലേ, അങ്ങയെ സേവിച്ചില്ലേ, എന്നിട്ട് കൃഷ്ണ അങ്ങയുടെ ധാമത്തിലേക്ക് പോകുമ്പോൾ ഈ ഉള്ളവനെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ കൃഷ്ണ? അങ്ങ് എന്തിനാ ഈ ഉള്ളവനെ സാധാരണ എല്ലായിടത്തെയും കൂട്ടിക്കൊണ്ടുപോകാറുണ്ടല്ലോ, ഇപ്പോഴെന്താ അങ്ങ് വിളിക്കാത്തത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ആ പാദത്തിൽ വീണ് പറയുമ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ പേരാണ് ഉദ്ധവോപദേശം. അതൊക്കെ കേട്ടു എന്നാണ്. എന്നിട്ട് ഉദ്ധവര് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ത്വം തുയാസിസി ഗോവിന്ദ ഭക്തകാര്യം വിദായജാം മച്ചിത്തേ മഹദീ ചിന്ത ത്വാം ശ്രുത്വാ സുഖമാവഹാം. ത്വം തുയാസിസി ഗോവിന്ദ, എന്നെയൊക്കെ ഉയർത്തി അവിടുന്ന് ഗോവിന്ദ. ഇനി എനിക്കൊരു ചോദ്യമുള്ളത്, ഇനി അവിടുന്ന് എന്ത് ചെയ്യണം? ഭക്തകാര്യം വിദായ, കലിയുഗത്തിൽ വരാൻ പോകുന്ന ആളുകളെക്കുറിച്ച് അങ്ങൊന്ന് ചിന്തിക്കൂ. അങ്ങ് ഇവിടുന്ന് ശരീരം വിട്ടുപോയാൽ ഇനി അവർക്ക് ഈ രൂപത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. കാരണം ആഗതോയം കലിൽ ഘോരാ ഭവിഷ്യന്തി പുനാഖലാം തൽ സംഗേനൈവ സദോവി ഗമിഷ്യന്തി ഉഗ്രതം യദാം അധസ്സുദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയാം. അവിടുന്ന് അവതരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള
പുണ്യാത്മാക്കൾ, ധന്യാത്മാക്കൾ, ഞങ്ങളെപ്പോലുള്ള സുഹൃതികളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. നിരാകാരോപി, അങ്ങക്ക് രൂപമില്ല, എന്നിട്ടും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭക്താർത്ഥം സഗുണോചാത, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സഗുണനായി വന്നു. ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? സാധാരണ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിരിക്കുന്ന കഥ എന്താണ്? ഭഗവാൻ എന്തിനാ അവതരിക്കണു? ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം പ്രധാനമായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്, ഭഗവാൻ ഗീതയിൽ പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. പരിത്രാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉണർത്തുക, ഉയർത്തുക. എന്താണ്? ഉണർത്തുക, ഉയർത്തുക. ആരെ? സാധൂനാം. സാധു എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തണം, ഉണർത്തണം എന്ന് ആഗ്രഹിക്കുന്ന, തനിക്ക് ഉയരണം, തനിക്ക് ഇനിയും നേരെയാവണം, ഉന്നതിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഉയർത്താനാണ് ആര് വരുന്നത്? ഭഗവാൻ വരുന്നത്. വിനാശായ ച ദുഷ്കൃതം. രണ്ടാമത്തെ ജോലിയാണ് ഏത്? ദുഷ്കൃതികളെ നശിപ്പിക്കുക എന്നുള്ളത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് ഉയർത്തലാണ്? എങ്ങനെയുള്ള മനസ്സിനെയാണ് എങ്ങനെയുള്ള മനസ്സാക്കി മാറ്റേണ്ടത്? അവിവേകമുള്ള മനസ്സിനെ വിവേകമുള്ള മനസ്സാക്കി മാറ്റണമെങ്കിൽ നാം വിവേകത്തിലേക്ക് ഉയർന്നാൽ തന്നെ ആര് നശിച്ചു? അവിവേകം നശിച്ചു. അപ്പൊ നമ്മളിൽ തന്നെ ഒരു വധം നടക്കുന്നുണ്ട്, ഉണ്ടല്ലോ. വെളിച്ചം വന്നാൽ തന്നെ ആര് പോയി? ഇരുട്ട് പോയി. അപ്പൊ വെളിച്ചത്തിനെ ഉയർത്താനും ഇരുട്ടിനെ നശിപ്പിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം വന്നാൽ തന്നെ ഇരുട്ട് പോയി. അപ്പൊ ഭഗവാന്റെ അവതാര ഉദ്ദേശ്യം ഉയർത്തലാണെങ്കിൽ ശരിക്കും ഭഗവാൻ ആരാണ്? ഭഗവാൻ ഒരു ഗുരുവാണ് എന്ന് പറയാണ്. ഇന്ന് നമ്മൾ തൊഴുന്നത് ഗുരുവായിട്ടല്ല, ആണോ? ഭഗവാൻ എന്ന് പറയുന്നത് ശരിക്കും ഗുരുവാണ്. ഗുരുവിന്റെ ജോലി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ശിഷ്യനെ ഉയർത്തലാണ്. ശരിയാണല്ലോ? വളരെ ശ്രദ്ധിക്കുകയും നിങ്ങൾ ഓരോ അവതാരങ്ങൾ വരുമ്പോഴും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓരോ സന്ദർഭങ്ങളിലും അവിടെയൊക്കെ ശ്ലോകങ്ങളുണ്ട്. ഇവിടെ ഉദ്ധവര് 115ഓളം വർഷം ജീവിച്ചിട്ടും ഭഗവാനെ ആരായി കണ്ടിട്ടില്ല. ഇപ്പോ ഭഗവാനെ ആരായി കാണുന്നു? ഗുരുവായി കാണുന്നു. അപ്പം നമ്മൾ ശരിക്കും ഭഗവാനെ കാണേണ്ടത് ഏത് രൂപത്തിലാണ്? ഗുരുവാണ്. ഭഗവാൻ എന്ന് പറയുന്നത് മനസ്സിനെ ഉണർത്തുന്ന, ഉയർത്തുന്ന ചൈതന്യമായിട്ടുള്ളിലിരിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാൻ? ഭഗവാൻ രണ്ട് രൂപത്തിലാണെന്ന് പറഞ്ഞു. ഒന്ന് രൂപമില്ലാത്ത അവ്യക്തം, അചിന്ത്യം, അരൂപം, അത് സനാതനമായ രൂപം. ആ സനാതനമായ രൂപം എല്ലാവരിലും ആത്മാവായിട്ടിരിക്കുന്നു, ചൈതന്യമായിട്ടിരിക്കുന്നു. എന്നാൽ ഭഗവാൻ അവതരിച്ചു വന്നാൽ ആരായി? ഗുരുവായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, ശരിക്കും നമ്മൾ ഭഗവാനെ ഗുരുവായി കാണാത്തത് കൊണ്ടായിരിക്കാം വേണ്ടാത്ത പൊട്ടത്തരങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോ പറയണു ഭക്തചിന്തന. ഭഗവാനെ അങ്ങ് ഭക്തന്മാർക്ക് വേണ്ടി ചിന്തിക്കൂ. ഇനി ഗുരുവാണെങ്കിലുണ്ടല്ലോ, നല്ല ഗുരുവിൻ്റെ അടുത്ത് പെടണം, അല്ലാത്ത ഗുരുവിൻ്റെ അടുത്ത് പെട്ടാൽ പെട്ടത് തന്നെ. ഇന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഗുരുവിൻ്റെ ലഹളയാണ്. ഏത് ഫീൽഡിലും ഗുരു ഇല്ലാത്തതില്ലേ? അപ്പം കള്ളന്മാരിലുണ്ട് അത്രേ ഗുരു പഠിപ്പിച്ചു കൊടുക്കാൻ. സംഗീതത്തിൽ ഗുരുവുണ്ട്, ഡാൻസിൽ ഗുരുവുണ്ട്. സാധാരണ ഞാൻ ഗുരു എന്ന് കേട്ടത് ഈ സംഗീതത്തിലാണ്, സംഗീതത്തിലും ഡാൻസിലാണ് എൻ്റെ ഗുരുവാണ്. ആത്മീയതയിൽ പിന്നെ ഗുരുക്കന്മാരുണ്ട്, പക്ഷേ കുറച്ച് ആളുകൾക്ക് എങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം കൂടുതലും മറ്റുള്ള ഫീൽഡിലാണ്. പിന്നെ രാഷ്ട്രീയ ഗുരു, ഇപ്പം മാനേജ്മെൻറ്റ് ഗുരു. എന്തായാലും എങ്ങനെയൊക്കെ ആയാലും ശരി, ഏത് ഗുരുവായാലും ശരി, ആ ഗുരു നമ്മളെ ഉയർത്തുന്ന ഗുരുവാവണം. അല്ലെങ്കിൽ പണ്ട് രാജസ്ഥാനിലൊരു ഇത് കേട്ടിട്ടുണ്ട്, ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. അവിടെ ഭയങ്കര വരൾച്ച വന്നു. വരൾച്ച വന്ന സമയത്ത് പട്ടാളക്കാരെ ഏൽപ്പിച്ചു അവിടെ കുറേ കിണറൊക്കെ കുടിച്ച് പാവങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ. പട്ടാളക്കാർ കുറേ അവിടെയൊക്കെ മിലിറ്ററി ഏരിയകളായതുകൊണ്ട് പട്ടാളക്കാർ സർവീസ് ചെയ്യാൻ വന്നു, കിണറുകളൊക്കെ കുഴിച്ചു. അങ്ങനെ ഒരു ബ്രിഗേഡിയർ പാവം, അയാളുടെ കഷ്ടകാലത്തിന് വൈകുന്നേരം ഒരു ഇൻസ്പെക്ഷനൊക്കെ പോയി, എങ്ങനെ ഈ കുഴിച്ച കിണറൊക്കെ ഉഷാറാണോ നോക്കാൻ. ഇങ്ങോരെ എവിടെ എത്തി നോക്കിയെന്ന് അറിയില്ല, ഇങ്ങോരെ കാണാനില്ലേ പിറ്റേന്നാണ്. രാവിലെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ബഹളം വെച്ച് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വാച്ച്മാൻ നോക്കി ഇങ്ങനെ വല്ല സ്ഥലത്തും ഇങ്ങോരെ എത്തി നോക്കിയപ്പോൾ വല്ല കിണറ്റിലും വീണ് കിടക്കൊണ്ടു പോകുന്നു. അപ്പം നോക്കുമ്പോൾ ഒരു കിണറ്റുന്നുണ്ട് ശബ്ദം കേൾക്കണു. മരിച്ചിട്ടില്ല ആള്. ഇങ്ങോട്ട് കയറിട്ട് കൊടുത്തു വാച്ച്മാൻ. ആരാന്താണെന്ന് അറിയില്ല, ഇളഞ്ഞായിരിക്കും എന്നുള്ള ഉറപ്പില്ല. ഇനി കള്ളന്മാർ രാത്രി വെള്ളം കട്ടുകൊണ്ടുപോകാനും മതിയായി. ഏതായാലും കയറൊക്കെ ഇട്ട് കൊടുത്തു. അയാളോട് പറഞ്ഞു പിടിക്കാൻ. അങ്ങനെ അയാൾ പിടിച്ചു.
തൂക്കി വലിച്ചെടുത്തു ഇയാളെ കപ്പിയുടെ മുകളിലൊക്കെ. മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ബ്രിഗേഡിയറാണ്. ബ്രിഗേഡിയറാണെന്ന് കണ്ടതും കൈവിട്ടിട്ടൊരൊറ്റ അടി. കാരണം പട്ടാളക്കാരെ സംബന്ധിച്ച് തൻ്റെ സീനിയറെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കിണറാണെന്ന് ആലോചിച്ചില്ല, കൊടുത്തു ഒരടി. ആ കിടക്കണു പാവം. പിന്നെ അയാൾ പറഞ്ഞു, ഇക്കാര്യത്തിൽ നീ എന്നെ പൊക്കണ്ടെന്ന്. ഒരു കാര്യം ചെയ്യും, എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു ഭാര്യ ഒരിക്കലും സെല്യൂട്ട് അടിക്കില്ല. അപ്പം നമ്മുടെ മനസ്സ് ഗുരുവിനെ ഏൽപ്പിക്കുമ്പോൾ ആ ഗുരു നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളായിരിക്കണം. നമ്മളെ താഴെ ഇടുന്ന ഗുരുവാണെങ്കിൽ അവസാനം ഗുരുവും കിടക്കും, നമ്മളും കിടക്കും. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് നമ്മളെ ഉയർത്തുന്ന. ഗുരു എന്നുള്ള ശബ്ദത്തിന് മറ്റൊരർത്ഥം കനമുള്ളത് എന്നർത്ഥം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ലഘു എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞത്, ഗുരു എന്ന് പറഞ്ഞാൽ കനം കൂടിയത്. അപ്പം നമ്മളെ ഉയർത്തുന്ന ആള് നമ്മളെക്കാളും അറിവും കഴിവുമുള്ള ആളായിരിക്കണം. എത്രയോ കഴിവുള്ള ഉദ്ധവർക്ക് മനസ്സിലായി, എന്നെ മനസ്സിലാക്കാൻ, എന്നെ ഉയർത്താൻ ആർക്കേ സാധിക്കുള്ളൂ? ഭഗവാന്. എന്നിട്ട് ആ ഭഗവാനോട് പറയാണ്, ഇപ്പോൾ അങ്ങ് എന്നെ ഉയർത്തി, ഇനി എനിക്ക് വേണ്ടത് ഭഗവാനെ വരുന്ന യുഗത്തിലെ ആളുകളെ ഉയർത്താൻ അങ്ങേക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന്. ഇത് കേട്ടപ്പോൾ തഥാ ഭാരവതീ ഭൂമി ഗോരൂപം കമാശയിൽ അന്യോന്യ ദൃശ്യതേത്രാദാം തത്തകമലലോചനാം ത്വൽവിയോഗേന തേ ഭക്ത കഥം സ്ത്യാസന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടം അത കിഞ്ചിൽ വിചാരയാം. ഭഗവാനെ, ഈ ഭൂമിയിൽ കലിയുടെ പ്രഭാവം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം തന്നെ വന്നു തുടങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങയുടെ വിയോഗം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ കഥം ഭക്താസ്ത്യാസന്തി ഭൂതലേ നിർഗുണോപാസനം കഷ്ടം. അവർക്ക് അവിടുത്തെ അവ്യക്തമായ, അരൂപമായ, അചിന്ത്യമായ ആ പരമതത്വത്തെ ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം മനസ്സെന്ന് പറയുന്നത് സങ്കീർണമാണ്. മനസ്സെപ്പോഴും നാമരൂപങ്ങളിൽ കുരുങ്ങി നിൽക്കുകയാണ്. അതിന് ശബ്ദത്തെ ഗ്രഹിക്കാം, അതിന് രൂപത്തെ ഗ്രഹിക്കാം. പക്ഷെ അതിന് ശബ്ദത്തിനും രൂപത്തിനും അതീതമായിരിക്കുന്ന ഒരു സൂക്ഷ്മ തത്വത്തെ ഗ്രഹിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് കഷ്ടം കിഞ്ചിൽ വിചാരയാം. ആ ഭക്തന്മാരെ കഷ്ടപ്പെടുത്തരുത്. അവരുടെ മനസ്സിനെ ഉയർത്താൻ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ആര് ചോദിച്ചു? ഇത് ഉദ്ധവജസ്വത്വാ പ്രഭാസേ ചിന്തയൻ ഹരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതിച്ച. നമുക്കൊരു കാരുണ്യം നോക്കൂ. ഭഗവാന്റെ ഉദ്ധവനിങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ആ പ്രഭാസ തീരത്തിലിരുന്നിട്ട് ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതിച്ച, എൻ്റെ ഭക്തന്മാരെ ഉയർത്താൻ എനിക്ക് എന്താണ് വഴിയുള്ളത്, ഇനി എന്താ ചെയ്യാനുള്ളത് എന്നിങ്ങനെ ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അല്പനേരം ധ്യാനനിരതനായിട്ട് ഉദ്ധവരോട് പറയണം, ഉദ്ധവരെ വഴി കണ്ടു, ഭക്തന്മാരെ ഉയർത്താൻ ഞാനൊരു വഴി കണ്ടു. എന്താണത്? സ്വകീയം യദ്ഭവേ തേജം തച്ച ഭാഗവതേ അതതൽ തിരോധായ പ്രവിഷ്ടോയം ശ്രീമൽ ഭാഗവതാന്നവം. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നമ്മളെയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് തൻ്റെ തേജസ്സിനെ മുഴുവൻ, ഉദ്ധവരെ വിഷമിക്കേണ്ടതില്ല, എൻ്റെ തേജസ്സും എൻ്റെ അറിവും കഴിവുമെല്ലാം ഭാഗവതേ അതതൽ ഞാൻ എങ്ങോട്ട് കൊടുക്കുന്നു? എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു അത്രേ? തൻ്റെ തേജസ് മുഴുവൻ തിരോധായ പ്രവിഷ്ടോയം ലയിപ്പിച്ചു എന്നാണ്. എവിടെ? ഭാഗവതാർന്നവാൽ, ഭാഗവതമാകുന്ന സാഗരത്തിലേക്ക്. ആ നിമിഷം മുതൽ ഭാഗവതത്തിനൊരു മഹത്വം ഉണ്ടായി. അതെന്താണ്? തേനേയം വാങ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേ സേവനാൽ ശ്രവണാൽ പാടൽ ദർശനാൽ പാപനാശിനി. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയുണ്ട്? വിഗ്രഹത്തിലേക്ക് ലയിച്ചു എന്നല്ല. നിങ്ങൾ ഈ സീരിയലുകാരൊക്കെ കുഴപ്പമുണ്ടാക്കുന്നവരാ. അവരൊക്കെ കഥയിൽ കാണിക്കുന്ന വിഗ്രഹത്തിലേക്ക് ലയിച്ചു എന്നാണ്. വിഗ്രഹത്തിലേക്ക് ഭഗവാൻ ലയിച്ചു എന്ന് എവിടെ എഴുതിയിട്ടില്ല. നമ്മുടെ പുരാണങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തേജസ് നിറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലാണ്. അന്ന് മുതൽ ഭാഗവതം വാങ്മയീ മൂർത്തി, മന്ത്രങ്ങളുടെ മൂർത്തി. നമുക്ക് രണ്ടു തരം മൂർത്തികളുണ്ട്. ഒന്ന് അമ്പലങ്ങളിൽ പൂജിക്കുന്ന വിഗ്രഹമൂർത്തി, വിഗ്രഹങ്ങളുടെ രൂപം. രണ്ടാമത്തത് മന്ത്രങ്ങളുടെ മൂർത്തി. മന്ത്രമൂർത്തിയാണ് ഏത്? ഭാഗവതം. അതുകൊണ്ട് തന്നെ ഹരിയുടെ പ്രത്യക്ഷ രൂപമാണ്. അതുകൊണ്ട് വേദവ്യാസ മഹർഷി പറയുന്നു, ഭാഗവതമുണ്ടല്ലോ
ശ്രീമൽ ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഇത് പ്രത്യക്ഷ കൃഷ്ണനാണ്. ഇതിനെ സേവനാൽ, ശ്രവണാൽ, പാടാൽ, ഇതിനെ സേവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. പാപനാശിനി, മനസ്സിൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും മനസ്സിൻ്റെ എല്ലാ വീക്ക്നെസ്സിനെയും മാറ്റാൻ ആർക്ക് സാധിക്കും? ഭാഗവതത്തിന്. ഇറ്റ്സ് എ ഹയസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. മൈൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹയസ്റ്റ് ശാസ്ത്രമാണ് ഭാഗവതം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കേണ്ടതാണ്. കാരണം അത്ര നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യാൻ ഈ ഭാഗവതം നമുക്ക് വഴികാട്ടിയായി മാറും, സംശയമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗവതം, നിങ്ങൾ ചോദിച്ചില്ലേ അതിൻ്റെ മഹത്വം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഇനി നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം എന്ന് ആരാ ഇതൊക്കെ പറയുന്നത്? ഉദ്ധവര് ഭഗവാനോട് പറഞ്ഞു. പക്ഷേ ഈ പ്രധാന കഥ നടക്കുന്നത് നാരദ മഹർഷിയും സനൽകുമാരാദി മഹർഷിമാരാണ്. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു അത്ഭുതം നടന്നു എന്നാണ്. എന്താണത്? ഏവം നഗാഹശ്രവണോരു ധർമ്മേ പ്രകാശ്യമാനേ ഋഷിഭിസ്സഭായം ആശ്ചര്യമേകം സമഭൂത്തദാനിം തതുച്യതേ സംസൃണു ശൗനകത്വം. ആശ്ചര്യമേകം, ഒരു ആശ്ചര്യം നടന്നു എന്നാണ്. എന്താണത്? ഭക്തിസുതോദോ തരുണോ ഗൃഹീത്വാം പ്രേമൈകരൂപ സഹസാ വിരാസിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. ഭക്തിസുതോ തരുണോ ഗൃഹീത്വാം. ഭക്തിദേവി അങ്ങോട്ട് തരുണന്മാരുടെ കൂട്ടിക്കൊണ്ട് വരണോ? എങ്ങനെയാ വരുന്നത്? നൃത്തം വെച്ചുകൊണ്ട്, പാടിക്കൊണ്ട്, ആടിക്കൊണ്ട് വരികയാണ്. എന്താണ് അത്ര അവർ പറയുന്നത്? ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പാടിക്കൊണ്ട് ആര് കടന്നു വന്നു? ഭക്തിദേവി. അപ്പോൾ ഭാഗവത മാഹാത്മ്യം കേട്ടപ്പോൾ തന്നെ ഭക്തിദേവിയുടെ മനസ്സുണർന്നു, ഭക്തിദേവിയുടെ കുട്ടികളുടെയും മനസ്സുണർന്നു. ഭാഗവതം ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് തളർന്ന മനസ്സിനെ ഉണർത്തിയ ഒരു ശാസ്ത്രമാണ് ഭാഗവതം. ഭക്തിദേവിയുടെയും മക്കളുടെയും തളർന്ന മനസ്സിനെ ഉണർത്താൻ ആർക്ക് സാധിക്കും? അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഉണരാണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും. എന്നിട്ട് ഭക്തിദേവി വന്നു, നമസ്കരിച്ചു സനൽകുമാരാദികളെ. അപ്പോൾ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. കാഹം തുതിഷ്ടം, ഞാൻ എവിടെയാണ് തിഷ്ടം? അധുനാ ബ്രുവന്തു, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എവിടെ നിൽക്കണമെന്ന്. നാരദ മഹർഷിയെ മുൻനിർത്തിക്കൊണ്ട് സനൽകുമാരാദി മഹർഷിമാർ പറയാണ്, ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർത്രേ പ്രേമൈകദത്രേ ഭവരോഗഹന്ത്രി സാത്വം തിഷ്ടസ്വ സുധൈര്യ സംശയ നിരന്തരം വൈഷ്ണവമാനസാനി. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആരാണോ ദേവി നാമസങ്കീർത്തനം ചെയ്യുന്നത്, ആരാണോ ഭാഗവതാദികൾ കേൾക്കുന്നത്, ആരാണോ ഭാഗവതാദികൾ പാരായണം ചെയ്യുന്നത്, അവരുടെയൊക്കെ ഹൃദയത്തിൽ പോയി ദേവി വസിച്ചാലെന്ന്. അന്നു മുതൽ ദേവിയും രണ്ട് മക്കളും എവിടെയുണ്ട്? ഭാഗവതത്തിലും അതുപോലെ തന്നെ ഭാഗവതം പാരായണം ചെയ്യുന്ന, ഭാഗവതം മനനം ചെയ്യുന്ന, ഭാഗവതം പഠിക്കുന്ന, ഭാഗവതം കേൾക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഭക്തിദേവിയുമുണ്ട്, ജ്ഞാനമുണ്ട്, വൈരാഗ്യമുണ്ട്. വൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യം സംശയമില്ല, അത് നമുക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. ഭക്തി ഇല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് നല്ലോണം ഭക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിയില്ലല്ലോ. ഭക്തിയൊക്കെ നമുക്കുണ്ട്, പക്ഷെ എവിടെയോ ചില പെശകുണ്ട് നമുക്ക്, അത് നമുക്കറിയാം. മുഴുവനല്ല കാര്യങ്ങൾ, മുഴുവനായിരുന്നു കാര്യങ്ങളെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എവിടേക്കോ ചിലത് മാറ്റിയെടുക്കാണ്ട്. ഏതായാലും ഇപ്രകാരമൊക്കെ ആ ദേവി ഭാഗവതത്തിലേക്ക് ലയിച്ചു, അതുപോലെ തന്നെ ഭക്തന്മാരിലേക്ക് ലയിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, ഈ ഭാഗവതം കേൾക്കാൻ ആരൊക്കെയാണ് ശരിക്കും യോഗ്യരായിട്ടുള്ള ആളുകളെന്ന്? ഭാഗവതം കേൾക്കാനുള്ള ആളുകളുടെ യോഗ്യത എന്തൊക്കെയാണെന്ന്. നല്ല യോഗ്യതയാണ് കുമാരന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. ആരൊക്കെയാണത്രേ? യേ മാനവ പാപഗതാസ് സർവദാ സദാ ദുരാചാരദാ വിമാർഗകാ ക്രോധാഗ്നിദഗ്ധ്വാ കുടിലാസ്യകാമിന സപ്താഹയജ്ഞേന കലോ പുനന്ദിതേ. കേട്ടോളേ, നിരന്തരം പാപം ചെയ്യുന്ന ആളുകൾ, എപ്പോഴും ദുരാചാര മാർഗത്തിൽ നടക്കുന്നവർ, ഭയങ്കര ക്രോധാഗ്നിദഗ്ധ്വ ദേഷ്യമുള്ളവർ, കുടിലകൾ, കാമിനികൾ, ഇപ്രകാരമുള്ളവരൊക്കെ സപ്താഹയജ്ഞത്തിന് വരണം. നല്ല ടീമിനേക്കാണ് വിളിച്ചിരിക്കുന്നത്. സത്യേനഹീന, വായെടുത്താൽ സത്യേനഹീന അറിയാലോ, കുറച്ചൊക്കെ സംസ്കൃതം അറിയല്ലോ. വായെടുത്താൽ നുണയെ പറയില്ലോ. പിതൃമാതൃദൂഷക, അച്ഛനെയും അമ്മയും മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന് മാത്രമല്ല കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുമുണ്ട്. തൃഷ്ണാകുല, എപ്പോഴും സീരിയൽ വിട്ട് പോകുന്നില്ല മനസ്സ്.
ആശ്രമധർമ്മവർജിത, ആശ്രമം കല്യാണം കഴിച്ച ഉടനെ സന്യാസിക്കണം തോന്നും, സന്യസിച്ച് കഴിഞ്ഞാൽ തോന്നും കല്യാണം ഒന്നുകൂടി കഴിക്കണമെന്ന്. ദേ ദംഭിക മത്സര, അടുത്ത വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് ഈ വീട്ടിലിരുന്നിട്ട് പറയും. അങ്ങനെ മത്സര ബുദ്ധിയും ദംഭികന്മാർ, ഹിംസിക, ഇവരൊക്കെ സപ്തായജ്ഞം മുടക്കാതെ കേൾക്കാൻ വരണം. പഞ്ച ഉഗ്രപാപ, 5 ഉഗ്രപാപം ചെയ്തവർ, അതായത് കള്ളു കുടിക്കുക, അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുക, അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുക, പിന്നീട് മദ്യപാനം, അതുപോലെ തന്നെ ഗുരുവിനെയും മറ്റും ദ്രോഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തിരിക്കുന്ന ആളുകൾ ഇനി എന്തിനു പറയണോ? കായേന വാച മനസാവിപാതകം നിത്യം പ്രകുർവന്തി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് സെൻട്രൽ ജയിലിൽ വെച്ചിട്ട് ഏറെക്കുറെ ഇത്ര പാപമൊന്നും നമ്മളാരും ചെയ്തിട്ടുണ്ടാവില്ല. അത്ര ഹയ്യസ്റ്റ് ഓർഡറിൽ പാപം ചെയ്തവരാണ്. അവർക്ക് പോലും ഇത് കേൾക്കാന്നുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? ഈ ഭാഗവതം കേൾക്കാൻ എല്ലാവരും യോഗ്യരായിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആര് ഭാഗവതം കേട്ടാലും അവരുടെ ഉള്ളിലെ പാപത്തെ തീർക്കാൻ ഏതിന് സാധിക്കും? അതുകൊണ്ട് നാം എന്ത് ചെയ്തു എന്നുള്ളത്, നൗ വി ഷുഡ് നോട്ട് അലൗ അവർ മൈൻഡ് ടു ഗോ ബാക്ക് ടു ദ പാസ്റ്റ് ഇവൻറ്റ്സ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഇവിടെ ഇരുന്നിട്ട് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തില്ലേ സ്വാമിന്ന്? കൺവീക്ഷനോടുകൂടി പറയാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞാണ്, ഇത്ര വലിയ പാപികൾക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റുള്ളൂ സ്വാമി എന്ന്. ഞാൻ ചോദിച്ചു, അമ്മ ഒരു പാപം ചെയ്തിട്ടില്ലേ എന്ന്. അങ്ങനെ ചോദിച്ചാലുണ്ട്. ഇവിടെ മരുമകൾ അപ്പോഴും ചീത്ത പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പാപം ചെയ്യാത്തവരാരുമില്ല. ഒരിക്കലും 2 കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു നല്ല പൂച്ചക്കുട്ടിയെ കിട്ടി അവിടെ നിന്ന് വഴിയിൽ. അപ്പോൾ അവർക്കിത് വേണം. അപ്പോൾ അവർക്ക് ആർക്ക് വേണം എന്നുള്ളൊരു തർക്കം വന്നു. അപ്പോൾ അവർ തമ്മിലൊരു മത്സരം വെച്ചതാണ്. ആരാണോ വലിയ നുണ പറയണത് അതിനും വലിയ നുണ പറയാൻ പറ്റാതിരിക്കുന്ന ആൾക്ക് കൊടുക്കണം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു എന്ന്. അമ്മയൊന്നും മരിച്ചിട്ടില്ലേ? അപ്പം മറ്റവൻ പറയാണ്, എൻ്റെ അച്ഛനും മരിച്ചു എന്ന്. എനിക്ക് അമ്മയിലേ മരിച്ചുള്ളൂ, എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പം അതിനും വലിയ പാപമല്ലേ, നുണയിലേ പറഞ്ഞത്. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് നേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ നുണയിൽ പറയുമ്പോൾ ഒരു സന്യാസി അവിടെ എത്തി. കുട്ടികളോട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ, ഇത്ര ചെറിയ കുട്ടികളാകുമ്പോൾ ഇത്ര നുണ പറയേ, വലിയ നുണ പറയേ, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു, എന്നാൽ ഈ പൂച്ചയെ സ്വാമിക്ക് തരാമെന്ന്. കാരണം ഇതിന് വലിയ നുണ വേറെ ഇല്ല. ഒരു നുണ ഈ സ്വാമി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ഇതിന് വലിയ നുണ ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വലിയ നുണ. അപ്പം അതുപോലെ നമ്മൾ അത്ര വലിയ ക്രിമിനലുകളൊന്നും 302, 304 ഫ്രോഡൊന്നും ചെയ്തവരല്ലെങ്കിലും നമ്മൾ ചെറിയൊരു ക്രിമിനൽ അല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ നമ്മളെ? ഇപ്പം നമ്മളെ വീട്ടിൽ ചെന്നാൽ തന്നെ ചോദിച്ചാൽ അറിയാൻ മറ്റുള്ളവരോട് നമ്മൾ ആരാണെന്നുള്ളത്. ഏതായാലും നമ്മൾ എത്ര വലിയ പാപികളായാലും തെറ്റ് ചെയ്തവരായാലും ഈ ഭാഗവതത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. എന്നെ ഞാൻ നോക്കിയപ്പം ഈ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ട്. ഒന്ന് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്നവർ, മറ്റത് മറ്റുള്ളവരുടെ തലവേദന കൊണ്ട് തലവേദന ഉള്ളവർ. ഇത് ലോകത്തിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ വിചാരിക്കുക നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന്. മക്കളോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് നമ്മളെ കൊണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഭാഗവതം ഏത് ഒരാളെയും പരിശുദ്ധീകരിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എത്ര കൊടും പാപം ചെയ്തവനായാലും ശരി ഈ ഭാഗവതം കൊണ്ട് ശുദ്ധീകരണം നേടാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് സനൽകുമാരാദി മഹർഷിമാർ. ആരുടെ കഥയാണതത്രേ? തുംഗഭദ്രാ നദീതടം എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആത്മദേവൻ. ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ. പാവം നല്ല ഒരു മനുഷ്യനായിരുന്നു. ഇത്തിരിയൊക്കെ പിശുക്കത്തരുണ്ടെങ്കിലും, അത് പിന്നെ ബ്രാഹ്മണർക്ക് പറഞ്ഞതാ, ഇത്തിരിയൊക്കെ പിശുക്കത്തരുണ്ടെങ്കിലും ധാരാളം അദ്ദേഹം ദാനധർമ്മങ്ങളൊക്കെ പണ്ട് ചെയ്തിരുന്നു. പക്ഷെ എന്തുണ്ടായിച്ചാൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. ഭാര്യ നല്ല സുന്ദരിയാണെങ്കിലും ഭാര്യയ്ക്കൊരു ദോഷമുണ്ട്. എന്താ ദോഷം വെച്ചാൽ നല്ല പിടിവാശിയുള്ളൊരു സ്ത്രീയായിരുന്നു. എന്ന് മാത്രമല്ല ഭർത്താവിനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കും. താൻ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാൻ സമ്മതിക്കില്ല. കാലം മുന്നോട്ട് പോയി, കുട്ടികളില്ല, വിഷമം വന്നു. പണ്ട് കാലത്തൊക്കെ ഒരു വിശ്വാസമുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ചില ആളുകളുടെ ഇടയിലുള്ള വിശ്വാസമാണ്, മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാർ വേണം അവരെ ദഹിപ്പിക്കാൻ. ആ പുത്രൻ ദഹിപ്പിച്ചിട്ടില്ലെങ്കിൽ, പുത്രൻ ഉദകക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ, പിണ്ടം വെച്ചിട്ടില്ലെങ്കിൽ ആ ആത്മാവിന്, കേട്ടിട്ടുണ്ടോ ഇത്? അപ്പം ആ പെൺകുട്ടികളുണ്ടായാലും പോരാ, അതിപ്പോഴും ഉണ്ട്. ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിൽ വളരെ അന്ധവിശ്വാസം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പെൺകുട്ടികളെ കുറെ കൊല്ലുന്നത്, ഭ്രൂണഹത്യ. ആൺകുട്ടികൾ വന്നോ അവർക്ക് വലിയ ഇഷ്ടമാണ്, പെൺകുട്ടികളുണ്ടോ അവർ കൊന്നുകളയും, ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലും.
കാരണം അവർ ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. ഉദകക്രിയ ചെയ്താലേ അങ്ങനെയൊക്കെയാണല്ലോ ഇന്ത്യയിലുള്ള ഓരോ ആചാരങ്ങളുണ്ടല്ലോ. എത്ര അധർമ്മങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴേ അത് കാണുള്ളൂ. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ, സന്ദർഭോചിതമായിട്ട് പറയാം. ഏതായാലും ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു വല്ലാത്ത വിഷമം, കുട്ടിയില്ല എന്നുള്ളത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ആ വിഷമം കൊണ്ടൊരു ദിവസം കാട്ടിലേക്ക് പോയി. ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണല്ലോ ചിലർക്ക്. എല്ലാം അടുത്തു കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ, വേറെന്താ വഴി? അങ്ങനെ അവിടെ ഒരു തടാകം കണ്ടു, അതിലിറങ്ങി വെള്ളം കുടിച്ചു. ചിലർക്ക് ആത്മഹത്യക്ക് പോകുമ്പോഴും വെള്ളം കുടിക്കാനാ മോഹം ഉണ്ടാവുക. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ചാവണം എന്നല്ല മോഹം, ജീവിക്കണം തന്നെയാണ്. അങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ ഒരു സന്യാസി വര്യൻ അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. സന്യാസി ചോദിച്ചു, എന്താ നിന്റെ മുഖത്ത് വലിയ ദുഃഖമുണ്ടല്ലോ, കഥം രോധീഷി വിപ്ര, എന്താ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ ദുഃഖസ്യ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പം, പൂർവപാപേന സഞ്ചിതം മദീയ പൂർവജാസ്തോയം കവോഷ്ണമുപപുഞ്ചതേ മൽദത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാദേവാദിജാതയാ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാൻ സ്ത്യക്തുമിഹാഗത ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാവിനാ ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. എന്ത് കാര്യമുണ്ട്? ഈ ജീവിതം പുത്രനില്ലെങ്കിൽ എന്താ അർത്ഥമുണ്ട്? ഗൃഹത്തിൽ പുത്രനില്ലെങ്കിൽ എന്താ വീടാണത്? അതുപോലെ തന്നെ ധനത്തിന് എന്തർത്ഥമുണ്ട്? സന്തതിയില്ലെങ്കിൽ കുലത്തിന് എന്തർത്ഥമുണ്ട്? ഞാനാണെങ്കിലോ പാല്യതേ മയാതേനു, ഞാനൊരു പശുവിനെ വളർത്തി, അതും വന്ധ്യാഭവേത്, അതും പ്രസവിച്ചിട്ടില്ല. മയാരോപിതോ വൃക്ഷ, ഞാനൊരു വാഴ നട്ടാൽ വന്ധ്യത്വം, അത് ഉലയ്ക്കില്ല. പയറുവള്ളി നടും, അത് നേരെയാ വരും. പയർ നടും, അതിൽ കായ്ക്കില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതം ഉണ്ടല്ലോ എന്തോ ഒരു പാപജീവിതമാണ്, എനിക്കറിയില്ല. മഹാത്മാവേ, അവിടുന്ന് എനിക്കൊരു പുത്രനെ തന്ന് അനുഗ്രഹിക്കണം. അപ്പം ഈ സന്യാസി കാര്യങ്ങൾ ഉപദേശിച്ചു. അയാളുടെ തലയിലെ വര കാണണ്ടത്രേ സന്യാസിക്ക്. പറയാണ്, ഹേ ബ്രാഹ്മണ, അങ്ങയുടെ തലയിലെഴുത്ത് ഞാൻ കാണണു. തലയിലെ വര എന്ന് പറയില്ലേ? ഇന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇതൊക്കെ പറയണ എത്ര സത്യമുണ്ട് എന്ന്. ഈ തലയിൽ വര എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു കുട്ടിയുടെ തലയിലൊരു വര കണ്ടു. ചോദിച്ചു, എന്താ കുട്ട അങ്ങനെ തലയിൽ വരച്ചിരിക്കുന്നത്? പുതിയ സിനിമ വന്നിരിക്കുകയാണ് അത്രേ, ഇപ്പോഴത്തെ ഫാഷനാണത്രേ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. എന്തോ അമീർ ഖാൻ്റെ എന്തോ പടം എന്തോ ആണോ. അപ്പോൾ തലയിൽ വരണ്ടെന്ന് എനിക്ക് ഉറപ്പായിപ്പോൾ. കുറേ കഴിഞ്ഞാൽ വരും. എറണാകുളത്ത് വന്നിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഞാൻ കണ്ടത് അത്. അപ്പോൾ ഈ തലവര നോക്കിയപ്പം ദേവനാണ് അവിടുത്തെ ജീവിതം നോക്കിയിട്ട് 7 ജന്മം അങ്ങേക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. അത്ര പാപങ്ങളുണ്ട് അങ്ങേക്ക്. അപ്പം ഇത് കേട്ടപ്പം പറഞ്ഞു, ഉപദേശം വേണ്ട, കുട്ടിയെ തന്നാൽ മതി. പറഞ്ഞു, നോക്കൂ, അങ്ങേക്ക് അറിയില്ലേ ചിത്രകേതു മഹാരാജാവിൻ്റെയൊക്കെ കഥ? അവരൊക്കെ കുട്ടികൾ കാരണം ദുഃഖിച്ചവരാ. കുട്ടികളെ കാരണം ദുഃഖിക്കുന്നവർ ധാരാളമുണ്ട്. അതുകൊണ്ട് അവർ പറയാം, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിലും ഭേദം ഇല്ലാതിരിക്കുകയായിരുന്നു നല്ലത്. ഇല്ലാത്തവർ പറയും ഉണ്ടായാൽ നന്നായിരുന്നു, ഉള്ളവർ പറയും ഇതാണ് ലോക സ്വഭാവം. അതുകൊണ്ട് ഇപ്പം അങ്ങേക്ക് ഇല്ല എന്നുള്ളൊരു ദുഃഖമല്ലുള്ളൂ, ഉണ്ട് എന്നുള്ളൊരു ദുഃഖം വേണ്ടല്ലോ. അതുകൊണ്ട് അങ്ങ് ദുഃഖം ഇതൊക്കെ വിടൂ, പോയി നാമം ജപിക്കൂ. സന്യാസിയോട് പറഞ്ഞു, മനസ്സിൽ വെച്ചാൽ മതി മോഹൻ. ഈ സന്യാസിമാരല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ഈ ശുഷ്ക വേദാന്തം പറഞ്ഞ ആളുകളെ വിഷമിപ്പിക്കും. അങ്ങക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു കുട്ടിയെ തരാൻ പറ്റുമോ ചോദിച്ചു. ഇപ്പം മുഖത്തേക്ക് നോക്കി സന്യാസി, ഇല്ലെങ്കിലും വിഷമില്ല, ഞാൻ അങ്ങയുടെ മുന്നിൽ ഇരുന്നിട്ട് പ്രാണം കളയുന്നു. അപ്പം അതിൻ്റെ പാപം കൂടി ആരെടുക്കണം? സന്യാസി. ഏതായാലും സന്യാസി വിചാരിച്ചു, കണ്ടുപഠിക്കില്ലെങ്കിൽ കൊണ്ടുപഠിക്കട്ടെ. അദ്ദേഹം ഒരു പഴം എടുത്തിട്ട് ജപിച്ചിട്ട് പറഞ്ഞു, ഭാര്യയ്ക്ക് കൊടുത്തോളൂ. എന്നിട്ട് അപ്പോഴേക്കും ഓടാൻ പോവുകയാണ് അയാൾ. പഴം കിട്ടിയ ഒരു സന്തോഷത്തിലേ നിൽക്കൂ. ഭാര്യയോട് പറയണം, ഒരു നേരെ ആഹാരം കഴിക്കാവൂ, 1 കൊല്ലത്തോളം വ്രതം എടുക്കണം, അന്യ വീടുകളിലൊന്നും പോയി വേണ്ടാത്ത വർത്തമാനം പറയരുത്, ഈശ്വര വിചാരം വേണം, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് അദ്ദേഹം ഓടി. അവിടെ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, കിട്ടി കുട്ടിയെ കിട്ടിയെന്ന്. ഭാര്യ വിചാരിച്ചു വല്ലതിനും കൊണ്ടുവന്നിട്ടുണ്ടാവുമെന്ന്. പറഞ്ഞു, കുട്ടിയല്ല കിട്ടിയിരിക്കണ, പഴ കിട്ടിയിരിക്കണത്. എന്നിട്ട് പറഞ്ഞു, നീ അന്യ വീടുകളിലൊന്നും പോകരുത്, നാമം ജപിക്കണം, 1 നേരെ ആഹാരം കഴിക്കാവൂ, ഈ പഴം കഴിക്കണം, നമുക്ക് നല്ലൊരു കുട്ടിയെ കിട്ടും എന്നുള്ളതാണ് സന്യാസി വരെയും പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പം ഭാര്യ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്നാ കഴിക്കൽ കണക്ക് തന്നെയെന്ന്. അതെന്താവോ? കാരണം ഭാര്യ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് കഴിച്ചാൽ തോഴിയോട് പറയണം, തോഴി ഇത് ഞാൻ കഴിക്കുന്ന പ്രശ്നമില്ല. അതെന്താണിത്? ഫലഭക്ഷേണ ഗർഭസ്യാൽ, അവിടെ ചിന്തകൾ പോവുകയാണേ, എൻ്റെ ഗർഭം വളരും, ഗർഭ ഉദരണ വൃദ്ധിത, വയറ് വലുതാവും, സ്വൽപപക്ഷം സതോ ശക്തി,
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗൃഹകാര്യം കഥം ഭവേ, വീട്ടിൽ പണി ആരെടുക്കും? ഇങ്ങോരെടുക്കോ പണി? പിന്നെ എങ്ങാനും ദൈവാത് ഗാഡി വ്രജേത് ഗ്രാമേ, ഈ ഗ്രാമത്തിലെങ്ങാനൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പാലായ എങ്ങനെ ഓടും ഒരു ഗർഭിണി? പിന്നെ അതല്ല, ഞാൻ കേട്ടിട്ടുണ്ട് 12 കൊല്ലം ഒരു കുട്ടി ഗർഭത്തിലിരുന്നിട്ടുണ്ട്. ഈ സാധനം എങ്ങാനും 12 കൊല്ലം എൻ്റെ ഗർഭത്തിലിരുന്നാൽ എൻ്റെ കാര്യം കണക്കാവും. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഈ സന്യാസി ജപിച്ചു കൊടുത്തല്ലേ വല്ല പന്നിക്കുട്ടിയോ വല്ല മാൻകുട്ടിയോ വല്ല പുലിക്കുട്ടിയൊക്കെയോ വരണമെങ്കിൽ നാട്ടുകാർ പറയില്ലേ പന്നിയുടെ അമ്മ എന്ന്, ചീത്ത കേൾക്കണ്ടേ പിന്നെ. അതുകൊണ്ട് ഞാൻ എന്തായാലും പിന്നെ ഒരു തത്വം പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതികളായിട്ടുള്ള സ്ത്രീകൾ ആരാന്നറിയോ? വന്ധ്യാവ വിധവാ നാരി, ഇവരാണ് സുഖിനി. പ്രസവിക്കാത്തവരും ഭർത്താവ് മരിച്ചവരാണ് അത്ര ഏറ്റവും സുഖികളായിട്ടുള്ള ആളുകൾ. നല്ല ഫിലോസഫിയാണ് അവൾ പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു കേട്ടോ ലോകത്തിൽ അന്ന്. ഇപ്രകാരം കുതർക്കയോഗേന ഫലം നൈവ ഭക്ഷിതം, കുതർക്കയോഗം കൊണ്ട് അവൾ ആ പഴം കഴിച്ചില്ല. എന്നിട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഭർത്താവിനെ പറ്റിക്കാനൊരു വിഷമം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ സഹോദരി വീട്ടിൽ വന്നത്. സഹോദരിയോട് പറഞ്ഞു, അനിയത്തി ഇങ്ങനെയൊക്കെ ചില പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് എവിടുന്ന ഒരു പഴം കൊണ്ടുവന്നിരിക്കണം, സന്യാസി കൊടുത്താന്നൊക്കെയാണ് പറയണത്, ഇത് കഴിച്ചിട്ട് ഞാൻ എങ്ങാനും ഗർഭിണിയായാൽ അപകടമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം സഹോദരി പറഞ്ഞു, എന്താ പരിഹാരമുണ്ട്. എന്താണ്? ഇപ്പം ഞാൻ 6 മാസം ഗർഭിണിയാണ്, എനിക്കാണെങ്കിൽ 5 തന്നെ ധാരാളം, അങ്ങോരാണെങ്കിൽ നിർത്തണമില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടിയെ തനിക്ക് തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും, വിത്തം കൊടുക്കേണ്ടി വരും, എൻ്റെ പതിക്ക് കൊടുക്കേണ്ടി വരും, ഈ കുട്ടിയെ നിനക്ക് തരാം. അപ്പോൾ ഈ പഴോ? അതൊരു കാര്യം ചെയ്യൂ, എന്തായാലും പശു പ്രസവിച്ചിട്ടില്ലേ, കുട്ടിക്ക് പാലും കൊടുക്കണമല്ലോ, പശുവിന് കൊടുത്തോളൂ പഴം. നല്ല ബുദ്ധിയാണ് അനിയത്തി പറഞ്ഞു കൊടുത്തത്. ഇത് കേട്ടപ്പോൾ ഇവൾക്ക് സന്തോഷം. ഇവളെന്തോ അഭിനയിച്ചു, ഗർഭിണിയെ പോലെയൊക്കെ ഭർത്താവിനോട് പറഞ്ഞു 2 മാസമായി നമ്മുടെ ഉണ്ണി വളരുന്നുണ്ട് എന്നൊക്കെ നുണ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അനിയത്തി പ്രസവിച്ചു, കുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തു. ആരും അറിഞ്ഞില്ല. ഭർത്താവിൻ്റെ മുന്നിൽ നമ്മുടെ ഉണ്ണി. പാവം ബ്രാഹ്മണൻ തെറ്റിദ്ധരിച്ചു. കുറേ ബ്രാഹ്മണരെ വിളിച്ചിട്ട് ദാനധർമാദികളൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് പേരിടേണ്ട സമയം വന്നപ്പോൾ ചോദിച്ചു, എന്ത് പേരാണ്? എൻ്റെ പേര് ദുന്ദുകാരി എന്നായതുകൊണ്ട് കുട്ടിയുടെ പേര് ദുന്ദുലി എന്നിട്ടു. നല്ല പേര് തന്നെ, അമ്മയുടെ അതേ സ്വഭാവം. അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് പശുവിന് പഴം കൊടുത്തിട്ടുണ്ടല്ലോ, അതവിടെ ആക്ട് ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അവിടെ ഗർഭമുണ്ടായി, പശു പ്രസവിച്ചു. സാധാരണ പശുക്കുട്ടികളെയല്ലേ പ്രസവിക്കുക. എന്നാൽ ഇവിടെ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയാണ്. ചെവി മാത്രം പശുവിൻ്റെ. ആളുകളൊക്കെ പറയാൻ തുടങ്ങി, എന്ത് പറ്റി ഇങ്ങോർക്ക് ഈ ആത്മദേവന്? ഭാര്യ പ്രസവിക്കുന്നതും പശു പ്രസവിക്കുന്നതും എന്തോ, ഇനി കോഴിയില്ലാഞ്ഞ നന്നായി. കണക്കിന് ഇയാളുടെ വീട്ടിൽ ആര് പ്രസവിച്ചാലും മനുഷ്യക്കുട്ടികളാണെങ്കിൽ അത്ഭുതം തന്നെയാണ്. ഏതായാലും ആ പശുവിൽ നിന്ന് വന്ന കുട്ടിക്ക് ഗോവിൻ്റെ കർണമുള്ളത് കൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. അപ്പം 2 കുട്ടികളായി, ദുന്ദുലിയായി, ഗോകർണനും. ഇവർ 2 പേരും വളരാൻ തുടങ്ങി. അതിൽ ദുന്ദുലിയുടെ വളർച്ച ആകെ അപകടത്തിലായിരുന്നു. എന്താണത്? സ്നൗന ശൗചക്രിയ കുളിയില്ല, പല്ലുതേപ്പില്ല, ഒന്നുമില്ല. ക്രോധവർദ്ധിത, ഭയങ്കര ക്രോധം. ദുർഭക്ഷി, നോൺ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ. ദുഷ്പരികര കർത്ത, അവിടെ നിന്നൊക്കെ കട്ടെടുത്തു കൊണ്ടുവരും. ശവഹസ്തേന ഭോജനം, ശവം കഴിക്കുന്നു മാത്രമല്ല, ശവം തൊട്ട കൈകൊണ്ട് ഭക്ഷണവും കഴിക്കും. കള്ളനാണ് എന്ന് മാത്രമല്ല, അടുത്ത വീടുകളിലൊക്കെ ചെന്നിട്ട് കുട്ടികളെ പിടിച്ചിട്ട് കൂപേ നിപേത്, കിണറ്റിലിടുക. ഇങ്ങനെയൊക്കെ ഹിംസ ചെയ്ത് വേശ്യാസംഘം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം വീട്ടിലൊക്കെ എടുത്തുകൊണ്ട് വിൽക്കും. ഒരു ദിവസം പണം കിട്ടാതെ വന്നപ്പോൾ പിതരോ താഡ്യ, മനസ്സിലായോ? എന്ത് ചെയ്തു? ഇടിച്ചു അങ്ങോട്ട് കൊടുത്തു 4. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്, ഇങ്ങനെയൊരു ദുരന്തത്തിലേക്ക് ജീവിതം പോകുന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്വപ്നം കണ്ട ജീവിതമല്ല യാഥാർത്ഥ്യമായി തീർന്നത്. അവിടെ വെച്ചിട്ട് പുത്രൻ്റെ അടി കൊണ്ടതും ഓടി. ആ സമയത്ത് അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് അങ്ങോട്ട് വരുന്നു ഗോകർണൻ. കൊതിഷ്ടാമി ഗോ ഗച്ഛാമി കോമേ ദുഃഖം വ്യവോഹേൽ പ്രാണൻ ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം തദാനിം തു സമാഗത്യ ഗോകർണോ ജ്ഞാന സംയുത ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഉപദേശിക്കുകയാണ്. ഇവിടെ ഗോകർണൻ ആരായി തീരുകയാണ്? നോക്കൂ, സ്വന്തം അച്ഛനെ പോലും ഉപദേശിച്ച ഒരു മക്കളുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഇവിടെ ഗോകർണൻ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛാ ഇനി ഇവിടെ നിൽക്കരുത്. അച്ഛൻ എന്ത് ചെയ്യണം? ദേഹോസ്തിമാം സരുതിരോഭിമതിം തജത്വം ഛായാസുധാദിഷു സദാ വിമമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ടം
വൈരാഗ്യരാസരസോ ഭവ ഭക്തിനിഷ്ഠ ധർമ്മം ഭജസ്വ സതതം ത്യജ ലോകധർമാൻ സേവസ്വ സാധുപുരുഷൻ ജഹി കാമതൃഷ്ണം അന്യസ്യ ദോഷഗുണചിന്തനമാശമുക്ത്വാ സേവാകദര സമഹോ നിതരാം പിബത്വം ഏവം സുദോക്തി വശതോപി ഗൃഹം വിഹായ യാദോ വനം സ്ഥിരമതിഗത ഷഷ്ടിവർഷ യുക്തോ ഹരേ അനുദിനം പരിചര്യാസോ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാടൽ. എളുപ്പമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ തോലും മാംസവും അസ്ഥിയും മജ്ജയും രക്തവും ഇതൊക്കെ ഉള്ള ഈ ശരീരം ഉണ്ടല്ലോ, ഇത് മണ്ണിലേക്ക് പോവും മച്ച. ഇതിനെക്കുറിച്ച് അച്ഛൻ വിഷമിക്കരുത്, അതിനോടുള്ള അഭിമാനം വിടൂ, ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വിടൂ. ഇനി അച്ഛൻ്റെ മനസ്സ് ഒരു കാര്യം മാത്രം, ഹരേ അനുദിനം. ആരെക്കുറിച്ച് മാത്രം? ഈശ്വര ചിന്ത മാത്രം. അച്ഛനൊരു കാര്യം ചെയ്യൂ, ദശമസ്യ പാടൽ, ഈ ഭാഗവതം എടുത്ത് വായിക്കൂ, അതിലെ ദശമം നല്ലവണ്ണം എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞ് അച്ഛന് പുത്രൻ കൊടുത്തത് എന്താ കൊടുത്തത്? ഭാഗവതം. ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് വയസ്സന്മാർക്ക് തരേണ്ടത് എന്താണ്? വയസ്സായി കഴിഞ്ഞാൽ ഉത്തരം പറയാൻ ഇത്തിരി വിഷമമുണ്ട്. അവനവൻ്റെ അനുഭവം വരുമ്പോഴേ ശരിക്കുള്ള കുട്ടികൾ അച്ഛനമ്മമാർ പ്രായമായി കഴിഞ്ഞാൽ ഒരു സെറ്റ് പിടിച്ചോ അച്ഛാന്ന്. ഇന്നത്തെ അച്ഛന്മാരാണെങ്കിൽ ചിലപ്പം മുഖത്തേക്ക് അടിച്ചു എന്നും വരും, നീ തന്നെ വായിച്ചാൽ മതി എന്ന്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ അച്ഛനമ്മമാർ ഉയരണമെങ്കിൽ എന്ത് തന്നെ വേണം? ഭാഗവതം ഇരുന്ന് വായിക്കുക തന്നെ വേണം. നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം മാറ്റം വരുത്തണം നമ്മുടെ സംസ്കാരത്തെ. കാരണം പ്രായം കൂടുന്തോറും മക്കളില്ല, ഒക്കെ ദൂരെയാണ്, ആരും നോക്കാനില്ല. അപ്പോൾ ബോറടിക്കും, ഒറ്റയ്ക്കിരിക്കുമ്പം വിഷമം വരും, ശരീരത്തിൻ്റെ രോഗം തളർത്തും, ഓരോരോ വിചാരം വരും. ഒരമ്മ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാനാണ്, വയസ്സായില്ലേ, മക്കളൊക്കെ സ്റ്റേറ്റിലാണ്, ഞാൻ ഇപ്പം വേറെ സ്റ്റേറ്റിലാണ്, മക്കളൊക്കെ അമേരിക്കയിലാണ്, അപ്പം നോക്കാൻ ആരുമില്ല. ഇപ്പം ആരാ നോക്കാനുള്ളത്? ഒരു പട്ടിയുണ്ട്, ഒരു ജോലിക്കൊരാളും ഉണ്ട്. ഇവരെപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് സമയം പോവാൻ എളുപ്പമായ മാർഗം എന്താണ്? എൻഗേജ് ചെയ്യുക മൈൻഡിനെ. മനസ്സിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിനെ നിങ്ങൾ എൻഗേജ് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെ എൻഗേജ് ചെയ്യും, അത് വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നും ശരീരമല്ല, ആണോ? ആരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എല്ലാം മനസ്സിലെ ചിന്തകളാണ്. അപ്പം അതിനെ നമുക്ക് മാറ്റിയെടുക്കണം. ഇവിടെ കണ്ടില്ലേ, മകൻ അടിച്ചതിൻ്റെ ദുഃഖം മാറ്റിയെടുക്കാൻ ഭാഗവതത്തിലെ ചിന്തകളെ കൊണ്ട് സാധിച്ചു അല്ലേ? ഒരു നെഗറ്റീവ് ചിന്ത പോകണമെങ്കിൽ ഒരു പോസിറ്റീവ് ചിന്ത വേണം. അങ്ങനെ മനസ്സിനെ എൻഗേജ് ആക്കാൻ ആ അച്ഛനെ പറഞ്ഞയച്ചു. അതിനുശേഷം ഒരു ദിവസം അച്ഛൻ പോയ സമയം നോക്കിയിട്ട് ഈ ദുന്തുകാരി എന്ത് ചെയ്തു? അവൻ 5 വേശ്യകളെ കൊണ്ടുവന്ന് വീട്ടിലങ്ങോട്ട് താമസിപ്പിച്ചു. അമ്മയ്ക്ക് വലിയ സങ്കടം. എന്താ മോനെ നീ കാണിക്കുന്നത്? ഇങ്ങനെ വൃത്തികേട് കാണിക്കേ, നിന്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ, അമ്മയല്ല ഇവിടെ കാര്യം നോക്കുന്നത്, ഞാനാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഗോകർണന് മനസ്സിലായി ഇവിടെ നിൽക്കരുതെന്ന്. അങ്ങനെ ഗോകർണൻ അവിടുന്ന് സ്ഥലം വിട്ടു. അവസാനം എന്തുണ്ടായി? ഈ വേശ്യകളെയും വെച്ചിട്ട് ദുന്തുകാരി ജീവിക്കുമ്പോൾ ഒരു ദിവസം അമ്മ എന്തോ പറഞ്ഞതാണ്, കൊടുത്തു അമ്മയ്ക്കും ഒലയ്ക്ക് കൊണ്ട് 2 എണ്ണം. അന്ന് അമ്മയോട് പറഞ്ഞു, എടി ഇനി ഇവിടെ നിന്ന് നീ നിൽക്കുകയാണെങ്കിൽ കവിത്തം തിഷ്ടതി ബ്രൂഹി അനിശ്ചയ, നിന്നെ കൊല്ലും ഞാൻ പണം തന്നില്ലെങ്കിൽ. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊല്ലുന്നു. വേഗം ചെയ്തു, രാത്രി കൂപേ പാത, എവിടെ ചാടി? കിണറ്റിൽ ചാടി. നോക്കണേ, അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം, ഈ പ്രശ്നം, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി സമ്പത്ത് കൊണ്ടുപോകും. ഇന്നിപ്പോൾ എവിടെ എത്തി അവരുടെ ജീവിതം? മനുഷ്യൻ ഇങ്ങനെയാണ്, ഒന്നും പഠിക്കില്ല, അവൻ അനുഭവത്തിലേ പഠിക്കുള്ളൂ. എന്നിട്ടോ അങ്ങനെ അമ്മ മരിച്ചു. ഇപ്പം അവൻ സുഖമായിട്ട് ജീവിക്കണം അവിടെ, വേശ്യകളുടെ കൂടെ കാമവും എല്ലാം അനുഭവിച്ചുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം വേശ്യകൾ പറഞ്ഞു, കുറച്ച് ആഭരണങ്ങളൊക്കെ തനിക്ക് കൊണ്ടു തന്നൂടെ, ഞങ്ങൾ ഇത്രയൊക്കെ നിനക്ക് സന്തോഷം തരുന്നില്ലേ? അപ്പോൾ കുറച്ച് ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ എവിടുന്നോ മോഷ്ടിച്ച് ഈ വേശ്യകൾക്ക് കൊണ്ടുകൊടുത്തു. കുറേ അധികം ആഭരണം കണ്ടപ്പോൾ വേശ്യകൾ പറയാണ്, ഇത് രാജാവ് അറിയും, ഇത് രാജാവ് പിടിക്കും, ഈ സമ്പത്ത് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എളുപ്പ വഴി എന്താ വെച്ചോ, സമ്പത്ത് പോവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഇവനെ അങ്ങോട്ട് കൊല്ലാം. ഉറങ്ങിക്കിടക്കുന്ന ആ ദുന്തുകാരിയെ കഴുത്തിൽ കയറിട്ടു. അവർ നോക്കുമ്പോൾ മരിക്കണില്ല, കയ്യും കാലൊക്കെ കെട്ടിയിട്ടു, മരിക്കണില്ല. എന്ത് ചെയ്തത്രേ? ഒരു ക്രൂരകൃത്യം ചെയ്യാണ്. പാശേ കണ്ടേ നിദായാസ്യ തന്മൃത്യോമുപക്രമോ ത്വരിതം നമാമാരാസോ ചിന്തായുക്ത തഥാ ഭവൻ അഗ്നിജ്വാലിതാതി ദുഃഖേന തപ്താങ്കാര സമൂഹംശ തൊന്മുഖേ വിജിക്ഷിപ്പു. ഓ പാവം, അടുക്കളയിലെ തീ കൊണ്ടുവന്ന് കനൽ കൊണ്ടുവന്ന് മുഖത്തിട്ടു, വായിലിട്ടു.
അങ്ങനെ അങ്ങേയറ്റം ചുട്ടുകൊന്നു. അഭയൊക്കെ എത്രയോ ഭേദ നോക്കുമ്പോൾ. ഭാഗവത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കാണാം, മഹാത്മ്യത്തിൽ. ക്രൂരല്ലേ ഇത്? ഒരാളെ കെട്ടിയിട്ടു തീ കൊണ്ട് ചുട്ടുകൊന്നു. തം ദേഹം മുമുജുർഗത്തെ, അങ്ങനെ ആ ദേഹം വേവിച്ച് കൊന്ന് അവസാനം എന്ത് ചെയ്തു? അതൊരു ഗത്തത്തിൽ കൊണ്ട്, പൊട്ടൻ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് മൂടി അവരവിടുന്ന് പണവും കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇവനോ ഒരു പ്രേതരൂപമായി തീർന്നു. ആരെയാണ് പ്രേതം എന്ന് വിളിക്കുക? പ്രേതമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ പ്രേതത്തിൽ? ഇനി ഇതൊക്കെ പോയി രാത്രി പോയി സ്വപ്നം കാണണ്ടേ? പ്രേതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മുടെ ഭാരതീയ സംസ്കാരം പ്രേതം എന്ന് പറയുന്നത് എന്തിനെയാണ്, ഏതവസ്ഥയാണ്? ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ശരീരം കാലനിയമത്തിൽപ്പെട്ടതാണ്. അതിന് ജനനമുണ്ട്, മരണമുണ്ട്. നിങ്ങൾ എന്തെല്ലാം അഭ്യാസം ചെയ്താലും ഈ ശരീരത്തിന് മരിച്ചേ പറ്റുള്ളൂ. ആർക്ക്? ശരീരത്തിന്. എന്നാൽ മനസ്സിനെന്തില്ല? ജനനവുമില്ല, മരണവുമില്ല. ജനന മരണമില്ലാത്ത മനസ്സ് ശരീരത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയാൽ, ഈ ശരീരസുഖം തന്നെ ജീവിതം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കുന്നത് ആരോടായിരിക്കണം? ശരീരത്തോടായിരിക്കണം. ശരീരം മരിക്കണം, ആര് മരിക്കില്ല? മനസ്സ് മരിക്കില്ല. എന്നാൽ ഈ ശരീരത്തെ ബലാത്കാരേണ പ്രേരണ കൊണ്ട് മരിപ്പിക്കുമ്പോൾ ആര് വിടില്ല? മനസ്സ് വിടില്ല. വേഗം പറഞ്ഞാൽ മനസ്സിലാവും നിൽക്ക്. ഒരു സ്ത്രീ പ്രസവിച്ച് 3 വർഷം ലീവ് എടുത്ത്, അവർ ജോലിക്കാരിയാണ്, ലീവ് എടുത്ത് കുട്ടിയെ നോക്കണം. ആ 3 വർഷം കൊണ്ട് കുട്ടിയും അമ്മയും തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. 3-ാമത്തെ വർഷം അമ്മ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ കുട്ടി അറിയോ? ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലേ? ആ കുട്ടിക്ക് അമ്മയെ വിട്ടുപോകാനുള്ളൊരു മനോവിഷമം എത്രയുണ്ടോ അത്രയും മനോവിഷമം ആർക്കുണ്ടാവണം? ആര് വിട്ടുപോവാൻ? ശരീരത്തെ വിട്ടുപോകാൻ. ബലാത്കാരേണ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ള മനസ്സുകളെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ അതാണ് പ്രേതം. ഇപ്പം ഈ ആക്സിഡൻറ്റ് ഡെത്തുകൾ അതിലൊക്കെ ഉണ്ടല്ലോ, പോവാറായിട്ടില്ല അവർക്ക്. പക്ഷേ ആ മനസ്സ് ബലാത്കാരേണ ശരീരത്തെ വിടണം. അപ്പം ആ മനസ്സിൻ്റെ വേദന മുഴുവൻ, ആ ശരീരം വിട്ട വേദന മുഴുവൻ മനസ്സ് ശരീരം വിട്ടാലും നിലനിൽക്കും. മനസ്സിലായില്ലേ സ്വാമി? ഉറക്കത്തിൽ നമ്മൾ പേടിച്ച് കരയാറുണ്ടല്ലോ, ഉണ്ടോ? ഇപ്പം നിങ്ങൾ കരയാറുണ്ടാവില്ലേ? കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായില്ലേ? ഉറക്കത്തിൽ നമ്മൾ പേടിച്ച് കരയും. ആ ശബ്ദം പുറത്തേക്ക് വരാറുണ്ടോ? ചിലരുടെയൊക്കെ എക്സെപ്ഷണൽ കേസിൽ വരും. അല്ലെങ്കിലോ ആ പേടിയും ഒക്കെ എവിടെ തന്നെയാണുള്ളത്? ആ മനസ്സ് അങ്ങനെ തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു സ്വപ്നത്തിൽ ആ സമയത്തുണ്ടാവുന്നൊരു ബീഭത്സത, അത് ഈ പ്രേതാത്മാവിന് നിലനിൽക്കും. അങ്ങനെ പ്രേതമായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഗോകർണൻ എന്ന് പറയുന്ന സഹോദരൻ നേരത്തെ തീർത്ഥാടനത്തിന് പോയതായിരുന്നു. ആ ഗോകർണൻ വഴിയിൽ വെച്ച് മനസ്സിലാക്കി ഇങ്ങനെ സഹോദരൻ മരിച്ചു. അപ്പോൾ ഹിന്ദുക്കൾക്ക് ചെയ്യാവുന്ന കർമ്മങ്ങൾ, മരിച്ചവർക്ക് വേണ്ടി ഉദകക്രിയകളോ അല്ലെങ്കിൽ പിണ്ടകർമ്മങ്ങളൊക്കെ ചെയ്യാം. ഈ ഗോകർണൻ വലിയൊരു മഹാത്മാവായതുകൊണ്ട് ഗയാശ്രാദ്ധമൂട്ടി. ഗയാശ്രാദ്ധം എന്ന് പറഞ്ഞാൽ അറിയോ? ഹിന്ദുക്കളുടെ സംസ്കാരത്തിൽ ശ്രാദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശ്രാദ്ധമായിട്ട് കണക്കാക്കുന്നത് ഗയയിൽ പോയിട്ട് ശ്രാദ്ധമുട്ടുക. കാശിക്ക് അടുത്തുള്ള ഗയയിൽ പോയിട്ട്, ബീഹാറിലുള്ള സ്ഥലമാണ് ഗയ. അവിടെ വിഷ്ണുപാദത്തിൽ പിണ്ടച്ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജീവൻ മുക്തനായി എന്നൊക്കെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസം. നിൽക്കട്ടെ, ഏതായാലും അതൊക്കെ കൂട്ടി ആൾ തിരിച്ചു വന്ന് വീട്ടിലെത്തി. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ സന്ധ്യയ്ക്ക് ഒരു വല്ലാത്ത രൂപം തൻ്റെ ചുറ്റും ഇങ്ങനെ കടന്ന് കളിക്കുന്നു. സഗൺമേഷ സഗൽഹസ്തി, ഒരു ആടിൻ്റെ രൂപം, ആനയുടെ രൂപം, ചിലപ്പോൾ ഒരു പോത്തിൻ്റെ രൂപം, ചിലപ്പോൾ അഗ്നിയുടെ രൂപം. ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ, ഈ വൈപരീത്യം കണ്ടപ്പോൾ ഗോകർണൻ ധൈര്യത്തോടുകൂടി, നമ്മളാണെങ്കിൽ അടുത്ത പ്രേതം അപ്പം കടന്നുണ്ടാവും, ആ പ്രേതത്തിന് ഇതിൻ്റെ സഹിക്കാൻ പറ്റാത്ത പ്രേതമാണ് ഈ പ്രേതം. അപ്പം ഗോകർണന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു, മനസ്സിന് ധൈര്യം ഉണ്ടായിരുന്നു. നമുക്ക് ധൈര്യം ഇല്ലാത്തവരുടെ മുന്നിലാണ് ഈ പ്രേതം ഗ്രീതൊക്കെ ഉള്ളത്. ഏതായാലും ഇദ്ദേഹം നല്ല ധൈര്യം വെച്ചുകൊണ്ട് ചോദിച്ചു, ധൈര്യ സംയുത ആരാണ്? കസ്തം ഉഗ്രതരോ രാത്രോ, ഈ രാത്രിയിൽ ആരാ നീ ഇങ്ങനെ വന്നിരിക്കുന്നത്? പ്രേതോ പിശാചോ രാക്ഷസോ? നീ പ്രേതമാണോ രാക്ഷസനാണോ? ആരാ നീ എന്ന് ചോദിച്ചു. അത് കേട്ടതും തൻ്റെ കയ്യിലുള്ള കമണ്ടലിലെ വെള്ളമെടുത്ത് കുടഞ്ഞു എന്നാണ്. തത് അഞ്ചലോ ജലോ കൃത്വ. അപ്പോഴാണ് അവിടുന്ന് പറയുന്നത്, അഹം ഭ്രാത തുതീയോസ്തി തുന്തുകാരീതി നാമദാം സ്വകീയേനൈവ ദോഷേണ ബ്രഹ്മത്വം
നാശിതം മയാ. ഞാൻ നല്ലൊരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷെ അതൊക്കെ കളഞ്ഞു കുളിച്ച് ഇത്തരത്തിലുള്ള വൃത്തികേടുകളെ കൊണ്ട് ഞാൻ അവിടുത്തെ സഹോദരനായിരിക്കുന്ന ദുന്ദുകാരി ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദര, എന്നെ ഒന്ന് അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാമച്ചു മോചയ ഗോകർണേ വചനം ചുത്വാ തസ്മൈ വാക്യം മദാബ്രവിൽ. എന്നെ രക്ഷിക്കൂ, അവിടുന്ന് അല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോകർണൻ പറയാണ്, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഗയാശ്രാദ്ധം ഊട്ടി, എന്നിട്ട് അങ്ങയ്ക്ക് മുക്തി കിട്ടിയിട്ടില്ല. കിം വിധേയം മയാ പ്രേത, ഇനി എന്താ എനിക്ക് ചെയ്യാനുള്ളത്? ഞാൻ പ്രേതങ്ങൾക്ക് സാധാരണ ഊട്ടാറുള്ള ഏറ്റവും വലിയ ഗയാശ്രാദ്ധമാണ് നിനക്ക് ഊട്ടിയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഗയാശ്രാദ്ധം ശ്രദ്ധേനാഭിമുക്തിശ്ചേ എന്നാണ്. എനിക്ക് 100 ഗയാശ്രാദ്ധം ഊട്ടിയാലും എന്ത് കിട്ടാൻ പോകുന്നില്ല? മുക്തി കിട്ടാൻ പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ ഗോകർണൻ വളരെ വിസ്മയം പൂട്ടു. എന്താ ഈ കേൾക്കുന്നത്? 100 ഗയാശ്രാദ്ധം കൊണ്ട് ഇവന് മുക്തിയില്ലയാണോ? ഇനി എന്താ മാർഗം? അവിടുന്ന് തന്നെ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ, ആരും എന്നെ രക്ഷിക്കാനില്ല, അങ്ങല്ലേ ഉള്ളൂ. ഇത് കേട്ടതും ഗോകർണൻ വളരെ സൂര്യോപാസകനായിരുന്നു, ധ്യാനനിരതനായി. പിറ്റേ ദിവസം സൂര്യൻ്റെ ആ പ്രദക്ഷിണത്തെ തടഞ്ഞു എന്നാണ്. ഗോകർണ സ്തംഭനം ചക്രേ സൂര്യവേഗ്രസ്യ ദൈവത. ആ സൂര്യൻ്റെ പ്രദക്ഷിണത്തെ തടഞ്ഞുകൊണ്ട് പറയാണ്, ഹേ സൂര്യദേവ, തുഭ്യം നമോ ജഗസാക്ഷിൻ ബ്രൂഹിമേ മുക്തിഹേതുകം തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടമിത്യഭ്യഭാഷതാം. ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എനിക്കൊരു കാര്യം അറിയണം, എൻ്റെ സഹോദരന് മുക്തി കൊടുക്കാൻ എനിക്ക് എന്താണ് മാർഗമുള്ളത്? ഇത് കേട്ടതും സൂര്യഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീമൽ ഭാഗവതാൽ മുക്തി സപ്താഹം വാചനം കുരു. എങ്ങനെയാ മുക്തിയുള്ളത്? എങ്ങനെയാ മുക്തിയുള്ളത്? ഭാഗവതത്തിലൂടെ. ഗയാശ്രാദ്ധം 100 കൂട്ടിയിട്ടും ആർക്കും മുക്തി കിട്ടിയില്ല. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ, വളരെ ശ്രദ്ധിക്കേ. അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്താ വേണ്ടത്? ശ്രാദ്ധം കൊണ്ടും മുക്തിയില്ല എന്നാണ് പറയണത്. അന്നത്തെ ദിവസം നമ്മൾ ശരിക്കും ഭാഗവതം വായിച്ചാൽ മതി. കാരണം ഗയാശ്രാദ്ധം കൂട്ടിയിട്ട് പോലും മുക്തിയില്ലെങ്കിൽ ഇനി നമ്മളത് മാറ്റണം, അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ. കാരണം ഇന്ന് നമ്മൾ കുറേ അന്ധമായ ആചരണങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിനും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ കലിയുഗത്തിലുള്ളവർക്ക് വിധിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങളല്ല. നമുക്ക് കാണാം, കൂടുതൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് ഓർമ്മയിൽ വെക്കും നിങ്ങൾ. മരിച്ചവർക്ക് വേണ്ടി ആ ദിവസം എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഭാഗവതവും കുറച്ച് നാമസങ്കീർത്തനവും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരെ നമ്മൾ അനുസ്മരിക്കേണ്ടത്. എന്നോടൊരു കുട്ടി ചോദിച്ച ചോദ്യം എനിക്ക് വളരെ ചിന്തനീയമായിരുന്നത്. കുട്ടി പറയാണ്, സ്വാമി, എൻ്റെയൊക്കെ വീട്ടിൽ, ആ കുട്ടിയുടെ വീട്ടിൽ ഈ ശ്രാദ്ധ കൂട്ടുന്നത് കാണുന്നുണ്ട്. കുട്ടി 8ലോ 9ലോ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പറയാണ്, അമ്മ ശ്രാദ്ധ കൂട്ടുമ്പോൾ അമ്മ പറയാറുണ്ട്, കാക്ക വന്ന് കൊത്തിയാൽ അച്ഛനും അമ്മയും അനുഭവിച്ചു എന്നാണ്. അപ്പോൾ അമ്മ പറയുന്ന ഒരു 10-40 വർഷമായി അച്ഛൻ മരിച്ചിട്ട് എന്ന്. ഇപ്പോഴും എൻ്റെ അച്ഛൻ കാക്കയാണോ സ്വാമി? കാക്ക വന്ന് കൊത്തിയാലാണ് അങ്ങനെയല്ലേ? ആണോ അല്ലയോ? നിങ്ങളുടെ അച്ഛൻ എന്നൊരു കാക്കയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. എത്ര പേർക്ക് സമ്മതമാണത്? എനിക്ക് സമ്മതമല്ല, ഉള്ള കാര്യം തുറന്നു പറയാലോ. എൻ്റെ അച്ഛൻ എന്നൊരു കാക്കയായിട്ട് വരുന്നത് പാവം. എന്തിനാ അദ്ദേഹത്തിനെ പിടിച്ച് കാക്കയ്ക്ക് വെച്ചിരിക്കണത്? നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ കാക്കയെ വാ കഴിച്ചോ, തപ്പൊട്ടിയെ വരും. അത്രേ വരും. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് മനസ്സിനെ ഉയർത്തണം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ കാക്ക? അതിൻ്റെ സംസ്കാരം അതാണ്. അവർക്കറിയാം തപ്പൊട്ടിയാൽ അവരാ വരേണ്ടതെന്ന്. കോഴിക്ക് ആ സംസ്കാരം ഇല്ല, അല്ലെങ്കിൽ കോഴി വരുമായിരുന്നു. ഇപ്പോൾ കാക്കയെ തന്നെ കിട്ടാനില്ലാത്തൊരു കാലമാണ്. തപ്പൊട്ടിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഗയാശ്രാദ്ധം ശ്രദ്ധേനാഭിമുക്തിയില്ലെങ്കിലും ശ്രീമൽ ഭാഗവതാൽ മുക്തി. ഇത് കേട്ടതും ഗോകർണൻ സപ്താഹത്തിൻ്റെ ഒരുക്കം ചെയ്തു. ഇതുപോലെയൊക്കെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ വെച്ചു. ഭഗവാന്റെ അന്നൊന്നും ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സപ്താഹത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഈ ചങ്ങാതി എവിടെ പിടിച്ചിട്ട് ഇരുത്തുക? അപ്പോൾ ഈ ദുന്ദുകാരിയെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു മുളയുണ്ടായിരുന്നു അത്രേ. ആ മുളയുടെ താഴെ ഒരു സുഷിര ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ പറയാണ്, സപ്രേതോ തഥായത സ്ഥാനം പശ്യൻ. ആ സപ്തഗ്രന്ഥിയുധം തത്രാപി കീചകമുച്ചിതം. ഒരു 7 കമ്പുകളുള്ള ഒരു മുള കണ്ടു, അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ടോ അങ്ങനെ ഭാഗവത വായന തുടങ്ങി. അർത്ഥങ്ങളൊക്കെ പറയും. 1ാമത്തെ ദിവസം വൈകുന്നേരം അങ്ങോട്ട് നിർത്തിയപ്പം, ആദ്യത്തെ വ്യാഖ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നാണ്. വംശൈക ഗ്രന്ഥി ഭേദോപൂർ. എന്തുണ്ടായത്രേ?
അതിൻ്റെ ഒരു കമ്പൊടിഞ്ഞു എന്നാണ്. ആരും ശ്രദ്ധിക്കണില്ലേ ഇതൊന്നും? ഇവിടെയല്ല, അവിടെ കമ്പൊടിഞ്ഞു. രണ്ടാമത്തെ ദിവസമായപ്പോൾ രണ്ടാമത്തെ ഒരു കമ്പൊടിഞ്ഞു. മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ. ഏഴാമത്തെ ദിവസമായപ്പോൾ 7 ഗ്രന്ഥികളും പൊട്ടി അത് രണ്ടായി പിളർന്ന് അതിൽ നിന്നതാ ഒരു ഗംഭീര രൂപം വരണം. ദിവ്യരൂപതരോ ജാത തുളസീതാമ മണ്ഡിത പീതവാസ ഘനശ്യാമോ മുകുടീ കുണ്ടലാന്വിതാം. അതിൽ നിന്നൊരു ഗംഭീര രൂപം പുറത്തു വരുന്നു. നിങ്ങൾ ഗീതയിൽ കേട്ടിട്ടുണ്ടാവും ഈ ശ്ലോകം. ഭഗവാൻ പറയും, അഭിചേ സുദുരാചാര ഭജതേ മാമനന്യപാൽ സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹിസാം. എത്ര ഘോരമായ പാപം ചെയ്തവനായാലും അഭിചേത്സു ദുരാചാര, ദുരാചാരത്തിൻ്റെ കൂടരങ്ങായാലും ശരി, ആരാണോ മാം എന്നെ ഭജതേ അനന്യഭാഗ് എന്നിലേക്ക് മനസ്സ് തിരിക്കുന്നത്, എത്ര ഘോരമായ പാപം ചെയ്തവനായാലും ശരി, സാധുരേവ മന്തവ്യ ഞാൻ അവനെ ഒരു സാധുവായി മഹാനായി കണക്കാക്കും എന്ന് പറഞ്ഞ വാക്കുകൾ, ഭഗവാന്റെ ആ വാക്കുകൾ സത്യമാക്കുന്ന വിധത്തിൽ ഇതാ ഈ ഘോരപാപിയായിരിക്കുന്ന ദുന്ദുകാരി ആ മുളയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ദിവ്യരൂപതരോ ജാത തുളസീധാമ മണ്ഡിത പീതവാസാഗനശ്യാമോ മുകുടീ കുണ്ടലാന്വിത. ഒരു വൈഷ്ണവരൂപം, വിഷ്ണു തേജസ് ആർന്നുകൊണ്ട് ശംഖചക്ര കഥാരൂപത്തെ എടുത്തുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നിട്ട് നനാമഭ്രാതരം സദ്യോ ഗോകന്നമിതി ചാബ്രവിൽ ത്വയാഹം മോചിതോ ബന്ധോ കൃപയാ പ്രേതകസ്മലൽ. എത്രയോ ഘോരമായ പാപം ചെയ്ത് പ്രേതരൂപത്തിൽ വാദരൂപിയായിട്ട് വാദം കഴിച്ചുകൊണ്ട് ചൂടും കാറ്റും അനുഭവിച്ചുകൊണ്ട് ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഒരു ഗതിയുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ എന്നെ, ഉഗ്രപാപിയായ എന്നെ അവിടുന്ന് എന്നെ മുക്തനാക്കിയില്ലേ? സഹോദര, അങ്ങ് ഭാഗവതം കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടെയാണ് മോചനം കിട്ടുക? ധന്യ ഭാഗവതീ വാർത്ത പ്രേത പീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യ കൃഷ്ണലോകഫലപ്രദം. ഈ ഭാഗവതം ധന്യമാണ്, ഇത് പരമപവിത്രമാണ്, എൻ്റെ ജീവിതത്തെ പവിത്രീകരിച്ച ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് ആ ദുന്ദുകാരി അവിടെ നിന്നപ്പോൾ പറയാണ്, ഇവിടെ ഈ ഭാഗവതം കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള പാപങ്ങൾ എന്ത് ചെയ്യട്ടെ? കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥം ചേയം കരിഷ്യതി ആദ്രം ശുൽക്കം ലഘുസ്തൂം വാഗ്മന കർമ്മവികൃതം ശ്രവണം വിദഹൽ പാപം പാവക സമിതോ യഥാം. വിറകുണ്ടല്ലോ, അത് പച്ചയായാലും ശരി, തടിച്ചതായാലും ശരി, ചെറുതായാലും ശരി, ഏത് അഗ്നിയിലേക്ക് ഇട്ടാലും വിറക് കത്തും അല്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പാപം കൊടും പാവാവട്ടെ, ലൈറ്റ് പാവാവട്ടെ, സ്ട്രോങ് ആവട്ടെ, മിനിമം ആവട്ടെ, എല്ലാവരുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ പാപം ഉണ്ടാവുമല്ലോ. എത്ര കൊതുകിനെ കൊന്നിട്ടുണ്ട്! കൊല്ല മാത്രമല്ല, ദേഷ്യം ഓരോ വീടുകളിൽ ചുമരിൽ പോയി നോക്കിയാൽ മതി, കൊതുകിനോട് തീർത്തു വെച്ചിരിക്കുന്ന പ്രതികാരം. പാപം ചെയ്യാത്തവരാരുണ്ട്? അതുകൊണ്ട് എത്ര വലിയ പാപമായാലും അത് ഉള്ളിൽ കടന്നുകൊണ്ട് പറയും, അസ്മാകം പ്രളയം, ഞങ്ങളിതാ നശിക്കാൻ പോണോ. ആര്? അങ്ങനെ ഒരു ഗംഭീരമായൊരു ശാസ്ത്രമാണ് ഈ ഭാഗവതം. പഠിക്കണം, മനസ്സിലാക്കണം. കാരണം അസ്ഥിസ്തംഭം സ്നായുബദ്ധം മാംസശോണിതലേപിതം ചർമാവനദ്ധം ദുർഗന്ധം പാത്രം മൂത്രപൂരീഷയോ ജരാശോക വിഭാഗാർത്ഥം രോഗമന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിൽ ഭസ്മ സപ്ഞാന്തം ശരീരമിതി വർണ്ണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധനേന്നഹി സപ്താശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. ഇത്ര മനോഹരമാണ്. നോക്കൂ, ഈ ശരീരത്തെ വർണ്ണിക്കുകയാണ്. കുറേ ഞരമ്പുകളെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. 100 ഞരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയത്. പിന്നെയോ കുറേ മാംസം, കുറേ രക്തം, കുറേ അസ്ഥികൂടം. ഇനി അത് കഴിഞ്ഞിട്ടോ 2 സാധനങ്ങൾ നിറഞ്ഞിരിക്കണു. ഒരു ബക്കറ്റാണ്, കുറേ മലവും കുറേ മൂത്രവും. ഇനി അത് കഴിഞ്ഞിട്ടോ ജര, വാർദ്ധക്യം വരണം, ശോകം, ദുഃഖങ്ങൾ വരണം. അത് കഴിഞ്ഞിട്ട് വയസ്സാകും തോറും രോഗമന്ദിരമാണ്. ദുഷ്പൂരം, ഇത് 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ദുർഗന്ധമാണ് വരിക നമുക്കറിയാം. ഇപ്രകാരം കൃമിവേഡ് ഇതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളിൽ കൃമികൾ. ഇനി ഇത് മരിച്ചുപോയി ആരും നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോഴും കൃമികൾ കഴിക്കും.
അങ്ങനെയൊക്കെയുള്ള ശരീരവിധി വർണ്ണിതം അസ്ഥിരേണ. ഇത് സ്ഥിരമല്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിലേക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് ഈ അസ്ഥിരമായിരിക്കുന്ന കൃമികൾക്ക് ഭക്ഷണമായി തീരേണ്ട മലമൂത്രങ്ങളുടെ രണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റായിരിക്കുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അസ്ഥിരമായി ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ഇതിൽ സ്ഥിരമായിരിക്കും